Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, miss. Good afternoon. Okay, we can start. Who is going to do prayer? Prayer ഞാനാണ് ma'am. Prayer ചൊല്ലട്ടെ ma'am. Okay. കാണായ ലോകങ്ങൾ കാക്കുന്ന ദീവാ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ കരടിന്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാൻ വിജ്ഞാനദീപം നിറകാതിർത്തുവാൻ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. താങ്ക് യു. Okay, what's next? തോട്ട്സ് ചെയ്യുന്നു. Please. മിസ് തോട്ട്സ് നാദിയായിരുന്നു പറഞ്ഞത്. നാദിയ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. Okay, no problem. ഓക്കെ, സൈൻ ഇൻ ചെയ്യട്ടെ മിസ്സേ. Sign to you, please. Hi friends, good afternoon. I am Jasmine. I'm the leader of the week. Today I'm signing with a color sword. Can I start? Yeah, please. Okay. Orange is the carrot, orange is the carrot, yellow is the pear, yellow is the pear, green is the grass and green is the grass and blue is the sky, blue is the sky, black is the hat and black is the hat. What is black? Black is Peter's hat. Thank you. Thank you, sir. Very nice. ജസ്ലി തന്നെ വരച്ചതൊക്കെയാണോ അത്? ഞാൻ വരച്ചതാ. Good. ആണോ? താങ്ക് യു. ഇത് പെട്ടെന്ന് ചെയ്തതാ. നന്നായിട്ടുണ്ട്. ആണോ? താങ്ക് യു. സോ നദിയ ജോയിൻ ആയിട്ടില്ല അല്ലേ? So once again, good afternoon. I am just. Good afternoon, miss. Good afternoon. Late ആയിട്ടാണ് വന്നത്. No problem. നമുക്ക് പ്രേയർ, നല്ലൊരു പ്രേയറും നല്ലൊരു സൈനിങ്ങും കഴിഞ്ഞു. സൈനിങ്ങിന്റെ ലാസ്റ്റ് കാണാൻ പറ്റില്ല. മിസ് തോട്ട്സ് ഞാൻ പറയാം. Yes, please. When problems comes into your life like a non-stop rain, always remember that God will always be your umbrella. എപ്പോഴൊക്കെ ഒരു തോരാത്ത മഴ പോലെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു, അന്നേരം വിചാരിക്കുക ദൈവം നമുക്കൊരു കുടയായി തുണയായി കൂടെ ഉണ്ടാവുമെന്ന്. ചാറ്റ് ബോക്സിൽ ഞാൻ എന്റെ പേഴ്സണൽ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് സേവ് ചെയ്യാം. നോ പ്രോബ്ലം. പിൻ ചെയ്തിട്ടുണ്ട് മെസ്സേജ്. മിസ്സേ, ഞാൻ കുറച്ച് പിക്ചേഴ്സ് എല്ലാം വരച്ച് കളർ ചെയ്തിട്ടുണ്ട്, കാണിക്കട്ടെ? കാണിക്കൂ പ്ലീസ്.
മ്യൂട്ടാണ്. മാംഗോ. ഓക്കെ. ക്യാരറ്റ്. ഗ്രേപ്സ്. ഗ്രേപ്സ് ആണെന്ന് മനസ്സിലാവുന്നുണ്ടോ? പൈനാപ്പിൾ എനിക്ക് കുറച്ച് ചിലപ്പോ ആ ഒരു പാട്ട് ഗ്രേപ്സിൽ എന്താ മിസ്സേ? ഗ്രേപ്സിന് ഇങ്ങനെ ഗ്രേപ്സ് ആണെന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് അതിന്റെ ആ ഒരു ചെറുതായിട്ടൊന്ന് ബ്ലാക്ക് വെച്ചിട്ടോ ഒരു ഗ്രേ കളർ പോലെ ഉണ്ടാക്കിയിട്ട്. അത് ഞാൻ അങ്ങനെ ഉണ്ടാക്കി. ആദ്യം ഞാൻ വേറൊരു കളർ വെച്ചിട്ട് ചെയ്തു, ഗ്രീൻ കളർ വെച്ചിട്ട് ചെയ്തു. അതിന്റെ മേലെ വരച്ചത് കാരണം തോന്നുന്നു. പൈനാപ്പിൾ കുറച്ച് വലുതാണ്. നെക്സ്റ്റ് ഫ്രൂട്ട് ബ്രിഞ്ചോൾ. ഇത് ഓയിൽ പാസ്റ്റൽ വെച്ച് കളർ കൊടുത്തതാ? അല്ല, കുറച്ചൊക്കെ ക്രയോൺസും കുറച്ച് നമ്മുടെ സ്കെച്ച് വെച്ചിട്ട്. ഇത് ലേഡീസ് ഫിംഗർ. അത് കുറച്ച് ചെറുതായി പോയി. ഇനിയും കുറെ ചെയ്യാനുണ്ട്, പക്ഷെ ടൈം കിട്ടുന്നില്ല. റെക്കോർഡൊക്കെ എഴുതുന്ന കാരണം വയ്യ. വയ്യാത്ത പോലെ ഇന്നിരിക്കണം. ഇത് തിക്കുള്ള കടലാസിൽ ഒട്ടിച്ചതാണോ അതോ നൈസുള്ള പേപ്പർ തന്നെയാണോ? നമ്മുടെ ഫോട്ടോസ്റ്റാറ്റ് പേപ്പറിൽ വരച്ചിട്ട് അതിനെ വെട്ടിയെടുത്തിട്ട് കളർ ചെയ്തത്. വേറൊരു എന്താണ് ന്യൂസ് പേപ്പർ വെച്ച് വെക്കുമ്പോൾ സമയത്ത് ന്യൂസ് പേപ്പറിലല്ലേ ആവുള്ളൂ, നമ്മുടെ ബുക്കിലോ അല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് പേപ്പറിലോ ആവില്ലല്ലോ. അതിലല്ലേ, പഴയ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ആദ്യം ഫസ്റ്റ് വരയ്ക്കും, നമുക്കിതിന്റെ എന്നിട്ട് കട്ട് യൂസ്ഫുൾ നമ്മൾ ചെയ്തെടുക്കും. കയ്യിൽ കുട്ടികളുടെ കയ്യിൽ പിടിക്കാൻ കൊടുക്കുമ്പോ കുറച്ച് തിക്നെസ് വേണ്ടേ? ഇല്ല കീറി പോവില്ലേ അത്? അത് ഞാൻ വേറൊരു ഇതിലാക്കും. വേറെ എന്തെങ്കിലും ചിലപ്പോ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു ചട്ട ഉണ്ടല്ലോ, ഒരു ഈ കടയിലൊക്കെ കാണുന്ന ഒരു ഇതുണ്ടല്ലോ, അതിലാക്കിയിട്ട് അതിന്റെ മേലെ ചാർട്ട് പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ഇതിന്റെ മേലെ ആക്കും. എല്ലാം കൂടെ ഒറ്റ ഷീറ്റിലാക്കാൻ അല്ലേ ദിവ്യ? അങ്ങനെയാണോ? അല്ല മിസ്സേ, കുട്ടികൾക്ക് കൈ പിടിക്കാൻ പറ്റുന്ന പോലെ ആ ഒരു ചാർട്ട്, ആ ഒരു പെട്ടിയുള്ള ചാർട്ട് ഉണ്ടല്ലോ നമുക്ക് കടയിൽ ഇപ്പൊ ഈ മാർക്കറ്റിലൊക്കെ വരുന്ന ഒരു കാർഡ്ബോർഡ് പെട്ടിയാണോ? ചട്ടപ്പെട്ടി എന്നൊക്കെ പറയും ഇവിടെ. അവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഒരു വേറൊരു കളറില് ഈ രുചി ഗോൾഡിന്റെ ഒക്കെ കൊണ്ടുവരുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ വലുത്, രുചി ഗോൾഡ്, കാർട്ടൂൺ ബോക്സ് അല്ലേ? അങ്ങനത്തെ ഒരു ബോക്സ് വെച്ചിട്ട് ഒരെണ്ണം വെട്ടിയെടുത്തിട്ട് അത് ഫുള്ള് ഞാൻ പേപ്പറും കൊണ്ട് കവർ ചെയ്യും, കളർ പേപ്പറും കൊണ്ട് കവർ ചെയ്തിട്ട് അതിന്റെ മേലെ ഈ ഒരു പിക്ചേഴ്സ് ഒട്ടിക്കാണ്. എന്നിട്ട് ബാക്കിൽ പേര് എഴുതുക. അങ്ങനെ ഞാൻ വിചാരിക്കണം. അപ്പൊ കുട്ടികൾക്ക് കയ്യിൽ പിടിക്കാനും പറ്റും, ബാക്കിൽ അതിന്റെ പേരും എഴുതി വെക്കാം. Okay, Divya, after completing all this, please show us once again. ഓക്കെ മിസ്സേ, ഞാൻ കാണിക്കാം. റെക്കോർഡ് എല്ലാം കൂടെ ഒരുമിച്ചാ ചെയ്യുന്നത്. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു വെക്കുന്നുണ്ട്. So record writing ഒരു ഹെഡേക്ക് ആണെന്നാണോ പറഞ്ഞത്? നോ, റെക്കോർഡ് റൈറ്റിംഗ് ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. ഇടയിൽ കൂടെ ക്ലാസ് അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ 2 ദിവസമായിട്ട് വയ്യ, അതുകൊണ്ടാ. Okay. So I had shared my personal number. എനിക്ക് ആകെ ഒരു നമ്പറേ ഉള്ളൂ കേട്ടോ, വാട്സ്ആപ്പ് ആൻഡ് കോൾ. എനിക്ക് പറ്റി ടീച്ചറെ ഷെയർ ചെയ്യാൻ അത്രയും റിക്വസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. ഞാൻ സാറിനോട് ചോദിച്ചു, കാരണം എനിക്ക് പ്രോബ്ലം ഇല്ലായിരുന്നു നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ ഞാൻ കോൾ അറ്റൻഡ് ചെയ്യുള്ളൂ, അത് വേറെ കാര്യം. വേറൊന്നുമല്ല, ക്ലാസ് ടൈമിലാണെങ്കിൽ അറ്റൻഡ് ചെയ്യില്ല. ക്ലാസ് ടൈം ആൻഡ് പ്രെയർ ടൈം ഈ ഒരു ടൈമിലാണ്. ആവശ്യമില്ല, ജസ്റ്റ് ടീച്ചറിനെ എപ്പോഴെങ്കിലും ഒന്ന് നമുക്ക് എന്തെങ്കിലും കാര്യം. സാറിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, സാർ ഞാൻ എന്താ ചെയ്യാ, എനിക്ക് പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞത്, ടീച്ചറെ നമ്മുടെ മോണ്ടിസോറി കുട്ടികള് വളരെ മെച്യൂർ ആണ്, അതുകൊണ്ട് അവർക്ക് നമ്പർ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സോ ദാറ്റ് ഇസ് എ കോംപ്ലിമെന്റ് ഫോർ യു പീപ്പിൾ, ഓൾ ദ ബാച്ചസ്. കാര്യത്തിനൊന്നും ആരും വിളിച്ച് ടീച്ചറിനെ ശല്യപ്പെടുത്തരുത്. അങ്ങനെയല്ല, അല്ല ഞാൻ അത്യാവശ്യമായിട്ട് വിളിക്കേണ്ടി വന്ന ഏത് ടൈമിലാ വിളിക്കണ്ടേ? അങ്ങനെ കുഴപ്പമില്ല. എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ തന്നെ എനിക്കൊരു മെസ്സേജ് അയക്കുക വാട്സപ്പില്. അപ്പോ വിളിക്കേണ്ടതാണ് അല്ലെങ്കിൽ മെസ്സേജിലൂടെ ക്ലാരിഫൈ ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ മെസ്സേജിലൂടെ തന്നെ ക്ലാരിഫൈ ചെയ്യും, വിളിക്കേണ്ടതാണെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കും. പക്ഷെ കോള് വന്നിട്ട്
പിന്നെ ഞാൻ അത് നോക്കി 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 വിളിക്കുന്ന പരിപാടി എനിക്ക് വളരെ കുറവാണ്. കാരണം കുറെ കോൾസ് വന്ന് കിടക്കുമ്പോൾ ഞാൻ ഓർക്കില്ല. പിന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടത്, ഫസ്റ്റ് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക, നിങ്ങളുടെ പേരും ബാച്ചും. കാരണം എനിക്ക് സേവ് ചെയ്യാനാ. അപ്പൊ കോള് വരുമ്പോ എനിക്ക് തിരിച്ചു വിളിക്കാലോ. എന്നെ ഇന്ന ആളാണ് വിളിച്ചതെന്ന് പറഞ്ഞ് എനിക്ക് തിരിച്ചു വിളിക്കാലോ. മറ്റേത് സേവ്ഡ് അല്ലാതെ കിടക്കുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കില്ല. കാരണം ഇപ്പൊ പല അല്ലാത്ത കോൾസ് ഒക്കെ വരുന്നോണ്ടേ പരസ്യം പ്രാങ്ക് കോൾസും അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ടല്ലോ, സ്പാം ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മള് വൺസ് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മിസ് കോള് കണ്ടാൽ ഞാൻ തിരിച്ചു വിളിക്കും. എന്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈം മോർണിംഗ് 10:30 തുടങ്ങി 2:30 വരെയാണ് നമ്മുടെ ക്ലാസ്. ചിലപ്പോൾ 2 ക്ലാസ് ആയിരിക്കും, ചിലപ്പോൾ 3 ക്ലാസ് ഉണ്ടാവുമായിരിക്കും. പിന്നെ ഞാന് വെനസ്ഡേയും ഫ്രൈഡേ ആണ് പുറത്ത് സ്കൂളിൽ പോകുന്നത്. അപ്പൊ എനിക്ക് ഒട്ടും കോൾ ചെയ്യാൻ പറ്റില്ല, മീൻസ് കോൾ എടുക്കാൻ പറ്റില്ല. ആ ടൈമിൽ ഫുൾ ഞാൻ ആ കുട്ടികളുമായിട്ട് അവരോടായിരിക്കും എന്റെ കമ്മിറ്റ്മെന്റ് ഡേ. മീൻസ് പകൽ മുഴുവൻ അവരുടെ കൂടെ ആയിരിക്കില്ല. ആ ഒരു വൺസ് ഇൻ എ വീക്ക് അല്ലേ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. നിങ്ങളുടെ അടുത്ത് വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ ട്വൈസ് ത്രൈസ് ഒക്കെയാണ്. എന്നാലും ലൈക്ക് അവർക്ക് ദേ നീഡ് അസ് മോർ ദാൻ എനിവൺ എൽസ്. അതുകൊണ്ടാണ്. ഓക്കെ, കുട്ടികളല്ലേ? ഓക്കെ, നാളെ നിങ്ങളും പല്ലുവേദന മാറി. 2 ദിവസം ഞാൻ കഷ്ടപ്പെട്ടു ഇൻ ദ സെൻസ് തലവേദന, പിന്നെ അത് ഇവിടെ പെയിനായി, പിന്നെ ചെവി വേദനയായി. ഈ സൈഡ് മുഴുവൻ പെയിൻ ആയിരുന്നു, ഫിംഗർ ടിപ്സ് വരെ. ഡോക്ടറെ ഒന്നും കാണിച്ചില്ല. ഡോക്ടർ അത് എടുത്തു കളയണമെന്നാ പറഞ്ഞത്. ഞാൻ പിന്നെ പല്ലിന് കേടൊന്നും ഇല്ലാത്താണ്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുവാ. എക്സ്ട്രാ ഒരു നല്ല പല്ലല്ലേ എന്ന് വിചാരിച്ച് സൂക്ഷിച്ചു വെച്ചേക്കുക. പക്ഷെ അത് ഇച്ചിരി ഒന്ന് വളരുമ്പോഴാണ് ഈ പെയിൻ വരുന്നത്. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സൈഡ് മുഴുവൻ നമുക്ക് പെയിൻ ആയിരിക്കും. പിന്നെ എനിക്ക് പറ്റിയത്, ഞാൻ 2 days ഭയങ്കര ട്രാവലിംഗ് ആയിരുന്നു, ഇന്നലെയും മിനിഞ്ഞാന്നും. അത് എനിക്ക് റെസ്റ്റ് ഉണ്ടായില്ല. അപ്പൊ അതിന്റെ ഒരു സ്ട്രെയിൻ, നമ്മൾ ഇച്ചിരി നേരം കിടക്കുകയാണ്, കണ്ണടച്ച് കിടക്കുകയാണ്, ഒന്നും മയങ്ങും, അതൊക്കെ ആകുമ്പോഴേക്കും ഇതൊന്നും ഒരു ആശ്വാസം ഉണ്ടാവും. എന്നെ വിളിച്ചോളൂ, നോ പ്രോബ്ലം, വിളിക്കുന്നതിനൊന്നും പ്രശ്നമില്ല. ബട്ട് ലൈക്ക് വിളിച്ചിട്ട് നിങ്ങൾക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ എന്നെ വിളിക്കണം, നിങ്ങൾ പറയണ ഞാൻ കേൾക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു കോൾ മീ. ബട്ട് അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? നമുക്ക് ആവശ്യമുള്ളപ്പോ എന്തായാലും വിളിക്കണം. എനിക്കും അങ്ങനെ ആരെങ്കിലൊക്കെ വിളിക്കാനുള്ളത് എനിക്ക് സന്തോഷമല്ലേ. നമ്മളെ കേൾക്കാൻ ഒരാൾ എവിടെയെങ്കിലും ഉണ്ടെന്നൊക്കെ ഒരു മിസ്സിന്റെ നമ്പർ കിട്ടിയ ശരിക്കും നമുക്കൊരു ഹെൽപ്പ് ആയിരിക്കും. കാരണം മിസ്സിന്റെ ക്ലാസ്സിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഡൗട്ട് ചോദിക്കുന്നത്. അത് എന്ത് ഡൗട്ട് ആണെങ്കിലും മിസ്സിനോടാണ് ഞങ്ങൾ ചോദിക്കാറ്. ഓക്കെ. അപ്പൊ ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ക്ലിയർ ആവാനുണ്ട്. ഞാൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും ഏത് ബാച്ചാന്നുള്ളത്. നിങ്ങൾ റെക്കോർഡ് റൈറ്റിംഗ് എവിടെ വരെയായി? സെക്കൻഡ് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല. ചില കുട്ടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്, തുടങ്ങണം. ഫസ്റ്റ് റെക്കോർഡില് ഡിജിറ്റൽ പെയിന്റിംഗ് ഒഴികെ ബാക്കി എല്ലാം കഴിഞ്ഞു. സെക്കൻഡ് റെക്കോർഡില് ആൽഫബറ്റ് സോങ്ങും നമ്പർ സോങ്ങും എന്റെ കഴിഞ്ഞു. ഇനി അടുത്ത മുതൽ എഴുതണം. ഓക്കെ, നിങ്ങളുടെ ക്ലാസ് തുടങ്ങിയ മന്ത് ഏതാ? ഓഗസ്റ്റ് 29. ഓക്കെ, സോ നെക്സ്റ്റ് ഓഗസ്റ്റ് ആവുമ്പോഴേക്കും നമുക്ക് ഓഗസ്റ്റ് 29. അപ്പൊ പിന്നെ ആ മാസം കഴിയാറായി. എന്തിലാണ് നെക്സ്റ്റ് ഓഗസ്റ്റ് ആകുമ്പോ കഴിയണം. ദാറ്റ് മീൻസ് ജൂണില് നമ്മൾ എല്ലാ വർക്കുകളും കഴിഞ്ഞിരിക്കണം. ക്ലാസ് ഉൾപ്പെടെ കഴിയുവാണെങ്കിൽ അത്രയും നല്ലത്. നമ്മുടെ പ്രാക്ടിക്കൽ സൈഡ് എന്ന് പറയുന്നത് റെക്കോർഡ് റൈറ്റിംഗ്, റിപ്പോർട്ട്, സർവേയുടെ ഡീറ്റെയിൽസ് തന്നിരുന്നോ ഞാൻ? അത് മിസ് തന്നിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 29 മീൻസ് നിങ്ങൾക്ക് സെപ്റ്റംബർ ബാച്ച് തന്നെ കൂട്ടാം. ഓഗസ്റ്റ് 29 തുടങ്ങിയത്. ദാറ്റ് മീൻസ് സെപ്റ്റംബർ ആണ്. സോ നമുക്ക് ജൂൺ ലാസ്റ്റ് വരെ ആവുമ്പോഴേക്കും നമ്മളുടെ ഈ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് തീർന്നിരിക്കണം. ലൈക്ക് റെക്കോർഡ്സ്, സർവേ റിപ്പോർട്ട്സ്, പിന്നെ തന്നിരിക്കുന്ന അസൈൻമെന്റ്, ആക്ടിവിറ്റീസ്, ടീച്ചിങ് പ്രാക്ടീസ്. ഓക്കെ, ടീച്ചിങ് പ്രാക്ടീസ്. ടീച്ചിങ് പ്രാക്ടീസ്. നിങ്ങൾക്ക് പ്രാക്ടിക്കൽസിന്റെ ഡിവിഷൻ അറിയോ? ടീച്ചിങ് പ്രാക്ടീസ് നമ്മുടെ ക്ലാസ് മുഴുവനും കഴിയുമ്പോഴല്ലേ നമുക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ നല്ലോണം ആകുള്ളൂ. അതിനുശേഷം ചെയ്യണതാണോ നല്ലത്? അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ ഇപ്പൊ തന്നെ പോകുമ്പോ എങ്ങനെയാണ്? മോണ്ടിസോറി നമ്മൾ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ക്ലാസിന്റെ കംപ്ലീഷന് ശേഷമല്ല ശരിക്കും ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. കാരണം ഇൻ ബിറ്റ്വീൻ ദ കോഴ്സ് ആണ് ചെയ്യുന്നത്. നമ്മൾ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ട്രെയിനിങ്ങിന് പോവുകയാണ്.
അതാണ് മാം അപ്പൊ നമ്മൾ കുറച്ച് ജൂണിൽ പോയാൽ മറ്റേ ആക്ഷൻ സോങ് അങ്ങനെയുള്ളതൊക്കെ പ്രിപ്പയർഡ് ആയിരിക്കണ്ടേ ടീച്ചറെ? എങ്ങനെ അല്ല, ആക്ഷൻ സോങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണ്ടേ ചോദിക്കുക. do one thing, do one action song now. എന്താ ടീച്ചറെ? ഇപ്പൊ അല്ല, തന്നെ ചോദിച്ചതാണ്. ഇപ്പൊ പറ്റില്ല എന്തായാലും. പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആവില്ലല്ലോ. അതിന് തയ്യാറായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞാവണം. ജൂണിൽ ചെയ്താ പോരെ മിസ്സേ? എന്തോ ജൂണിലോ? ജൂണിലാവുന്ന സമയത്ത് സ്കൂൾ തുറക്കുന്ന ടൈമൊക്കെ ഇപ്പൊ അല്ലേ? മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾക്ക് അതേ പറ്റുള്ളൂ. കാരണം ഇപ്പൊ ടീച്ചറെ, അതല്ലാതെ നമുക്കിപ്പോ PGയും കൂടി പഠിക്കണവർക്കേ അതൊന്നും കുറെ അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ കുറച്ച് കിട്ടിയതിന് ശേഷം നമ്മൾ പോയാൽ കുറച്ചുകൂടി നമ്മൾ മെച്ചോർഡ് ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ചോദിച്ചത്. മാം, നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോ ഈ പിന്നെ സ്മാർട്ട് അക്കാദമിയുടെ ID കാർഡൊന്നും നമുക്ക് ലഭിക്കുമോ? ഞങ്ങളിപ്പോ ഇങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതല്ല, ഞങ്ങളിപ്പോ ഒരു സ്കൂളിൽ ചെല്ലുമ്പോ അവര് ചോദിക്കൂലേ ഇത് ഏത് പിന്നെ അങ്ങനെ മനസ്സിലായി. അത് അത് പ്രൊവൈഡ് മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അത് പ്രൊവൈഡ് ചെയ്യുമായിരിക്കും. പ്രൊവൈഡ് ചെയ്യുമായിരിക്കും എന്നല്ല ചെയ്യും. ഞാൻ ഈ മെസ്സേജുകൾ നോക്കട്ടെ. ഓഗസ്റ്റ് ജൂണിലാണ്. ഈ കാര്യം ഒന്ന് റിക്വസ്റ്റ് ചെയ്യട്ടെ ടീച്ചറെ. തീർച്ചയായിട്ടും ജൂണിലാണ് പോകുന്നത്. അത് ജൂണിലേ ഇനി പോകാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ സ്കൂളിലേക്ക് എൻട്രി കിട്ടുമെന്ന് സംശയമാണ്. ഇനി എക്സാമിന്റെ തിരക്കുകളായി. 10th വരെയുള്ള ക്ലാസ്സുകളൊക്കെ ഉള്ള സ്കൂളാണെങ്കിൽ they won't provide ലൈക്ക് അല്ലെങ്കിൽ ചെറിയ സ്കൂളിൽ പോകേണ്ടവരും 4th സ്റ്റാൻഡേർഡ് വരെ 7th സ്റ്റാൻഡേർഡ് വരെയുള്ള സ്കൂളുകളിൽ പോകേണ്ടവരും ഇനിയിപ്പോ അവർക്ക് പരീക്ഷയുടെ ടൈമും അതിന്റെ ഓട്ടത്തിലൊക്കെ ആയിരിക്കും. പോകുമ്പോഴേ നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അങ്ങനെ പോകുന്നതാണോ നല്ലത്, അത് സാധാരണ സ്കൂളിൽ പോകണാണോ നല്ലത്? നമ്മള് പല രീതിയിലും സ്കൂൾസ് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ വിചാരിക്കുന്ന ക്രൈറ്റീരിയ, ഞാൻ ഒരിടത്ത് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇന്റർവ്യൂലുള്ളവർ നോക്കുമ്പോൾ ഹൈ പ്രൊഫൈൽ സ്കൂളിലാണ് പോയിരിക്കുന്നത്. അവിടെയാണ് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. സോ അതൊരു ആഡഡ് നമുക്കൊരു നല്ലൊരു ബെനിഫിഷ്യൽ ആയിട്ട് അങ്ങനെ നമുക്ക് പ്രൊഫൈലിൽ കാണിക്കാം. ഇനി സർവീസ് ആറ്റിറ്റ്യൂഡ് കൂടെ ചെയ്യുന്നവരുണ്ട്. അവര് നമ്മുടെ ബാച്ചിൽ തന്നെ സർവീസ് ആറ്റിറ്റ്യൂഡോട് കൂടി ഗവൺമെന്റ് സ്കൂളുകളിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഗവൺമെന്റ് സ്കൂളുകളിൽ അധികം ഫെസിലിറ്റി ഇല്ലാത്തടത്ത് പോയ കുട്ടികളുണ്ട്. അതിന്റെ പാരലി അവര് സമയം കിട്ടുമ്പോൾ ബഡ് സ്കൂളിലും പോയ കുട്ടികളും നമ്മുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാം നിങ്ങളുടെ ഇതനുസരിച്ച്, ആറ്റിറ്റ്യൂഡ് അനുസരിച്ച്. മാം, ഞങ്ങളുടെ നാട്ടില് പിന്നെ കുറെ പേര് പ്രാക്ടീസിന് പോയതൊക്കെ ഗവൺമെന്റ് സ്കൂളിലാണ്, LP സ്കൂളിലാണ്. അത് നല്ല കാര്യമാണ്. കാരണം വെച്ചാൽ അവർക്ക് കുട്ടികൾക്ക് അങ്ങനെയുള്ളൊരു ഒരു ഡിഫറെന്റ് രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റുമ്പോൾ കുട്ടികളിലും നല്ല മാറ്റം ഉണ്ടാവും. അവിടുത്തെ മറ്റുള്ള സ്റ്റാഫിനും അത് സപ്പോർട്ടീവാണ്. നിങ്ങളെല്ലാം അന്വേഷിച്ച് ഒന്ന് പോകുന്നതായിരിക്കും നല്ലത്. പക്ഷെ അവര് പറയുന്നത് പ്രൈവറ്റ് സ്കൂളിൽ ചെല്ലുമ്പോ അവര് സമ്മതിക്കുന്നില്ല, ഗവൺമെന്റ് സ്കൂളിൽ ടീച്ചേഴ്സ് കുറവാണല്ലോ. നല്ല ഫ്രീഡം നമുക്ക് കിട്ടും. നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതൊരു ഇതാണ്. പിന്നെ എനിക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടിയതും കൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. നമ്മുടെ ഒരു ട്രെയിനിങ് ഫസ്റ്റ് ബാച്ച് ഓർ സെക്കൻഡ് ബാച്ച്, ഐ ഡോണ്ട് റിമെമ്പർ, പറവൂർ തന്നെയുള്ളത്, ഇങ്ങനെ ഗവൺമെന്റ് സ്കൂളിൽ പോയി നല്ലപോലെ ആ കുട്ടിക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം കിട്ടി. സ്കൂൾ സൈഡിൽ നോക്കി അവർ മാക്സിമം നമ്മുടെ ട്രെയിനിയെ യൂസ് ചെയ്തു. നമ്മുടെ ട്രെയിനിങ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഷീ കുഡ് ഡു മോർ ദാൻ ഷീ എക്സ്പെക്ടഡ്. ആ ഒരു രീതിയിൽ കുറേ ചെയ്യാനായിട്ട് പറ്റി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ഗവൺമെന്റിന്റെ അല്ലേ, സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ ദേ ഡിഡന്റ് പ്രൊവൈഡ് ദ സർട്ടിഫിക്കറ്റ്. സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. അവർ പറഞ്ഞു നിങ്ങൾക്ക് തന്നൊരു പ്രിവിലേജ് ആണ്. ലാസ്റ്റ് പറഞ്ഞതാ, നിങ്ങൾക്ക് തന്നൊരു ഇതാണ്. സോ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ലെറ്റർ ഹെഡിലൊന്നും ഞങ്ങൾ എഴുതി തരില്ല എന്ന് പറഞ്ഞു. അത് ഭയങ്കര വിഷമായി കുട്ടിക്ക്. അത്രയും അതവിടെ 1 month വിചാരിച്ച് പോയിട്ട് കുറച്ച് സമയം കൂടെ നിൽക്കാമോ എന്ന് പറഞ്ഞ് 2 months അവിടെ വർക്ക് ചെയ്തു. ശരിക്കും ഒരു സ്റ്റാഫിന് പേയ്മെന്റ് കൊടുത്തവർ അത് ആ രീതിയിൽ തന്നെ ആ കുട്ടിയെ വർക്ക് ചെയ്യിച്ചു. പേയ്മെന്റ് ഒന്നുമില്ല, ട്രെയിനിങ് അല്ലേ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോഴേക്കും അതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അപ്പൊ നമ്മളത് വേറെ രീതിയിൽ അത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. വി ആർ ട്രൈയിങ്. ഞങ്ങൾക്ക് ഇവിടെ ലോക്കലി ആയതുകൊണ്ട് സംഭവം സാറിനൊക്കെ ഒന്ന് ഇടപെടാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ദൂരേക്കൊക്കെ ആവുമ്പോൾ നമ്മൾക്കുടെ കോണ്ടാക്ട്സ് കുറവല്ലേ. സോ അങ്ങനെ ഒരു പ്രശ്നം ഒരു സ്കൂളിനെ കേട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളിടത്തുനിന്നും അങ്ങനെ കേട്ടിട്ടൊന്നുമില്ല. ഒരു സ്കൂളിനെ അങ്ങനെ കേട്ടിട്ടുള്ളൂ. എല്ലാരും അങ്ങനെ ആവണമെന്നില്ല, ഡിപ്പെൻഡിങ് ഓൺ ദ ആറ്റിറ്റ്യൂഡ്സ്.
മിസ്സേ എനിക്കാണെങ്കിൽ ഓഫർ ലെറ്റർ ഞാൻ ചോദിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു സ്കൂളിൽ കൊണ്ട് കൊടുത്തു. MGM എന്നാണ് സ്കൂളിൻ്റെ പേര്. ഞങ്ങളുടെ ഏരിയയിലെ ഒരു വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. +2 വരെ ഉണ്ട്. എൻട്രൻസ് കോച്ചിങ് ഒക്കെ ഉള്ളൊരു സ്കൂളാണ്. അപ്പോൾ സ്കൂളിന്റെ പേര് MGM മദർ തെരേസ മെമ്മോറിയൽ എന്നാണ് സ്കൂളിൻ്റെ ഫുൾ നെയിം. അപ്പോഴേ ഇന്ന് കൊണ്ട് കൊടുത്തപ്പോൾ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തു. അപ്പോൾ എത്ര മാസം വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ടായതുകൊണ്ട് LKG UKG സെക്ഷനിൽ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി എന്നെ അങ്ങോട്ട് ഒന്ന് അവിടുത്തെ മേമൊന്ന് അങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് ഇങ്ങനെ മോണ്ടിസോറി ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ മോണ്ടിസോറിയുടെ ടീച്ചിങ് രീതിയൊക്കെ ഡിഫറെൻ്റ് ആണല്ലോ. മുമ്പൊരു ട്രെയിനിങ്ങിന് ഒരു കുട്ടി വന്നപ്പോൾ വളരെ നല്ല രീതിയിൽ ആ കുട്ടി പഠിപ്പിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർ പഠിപ്പിക്കുന്നത് ഈ ചൈൽഡ് ഓറിയൻറ്റഡ് ആണല്ലോ. അപ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്നും പേടിക്കുന്നത് പോലെ എന്നെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്താണ് വിട്ടത്. 1-ാം തീയതി മുതൽ വരാൻ പറഞ്ഞു. 1-ാം തീയതി സാറ്റർഡേ ആയതുകൊണ്ട് മൺഡേ മുതൽ 3-ാം തീയതി മുതൽ ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നന്നായിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ ഇനി പിന്നെ എക്സാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോഴും ഇവിടെ തന്നെ നല്ലതാണെങ്കിൽ അവിടെ കയറ്റാമെന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചത്. അപ്പോൾ എന്നോട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് വർക്ക്സ് ഒക്കെ ഉണ്ടോ, അങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. അവർക്ക് ഭയങ്കര നല്ല അഭിപ്രായമാണ് കേട്ടോ മോണ്ടിസറി ഇതിനെക്കുറിച്ച്. അപ്പം മൺഡേ മുതൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഐശ്വര്യ പോവാൻ തുടങ്ങുന്നേ ഉള്ളൂ? അതെ മിസ്സേ. ഇനി ലാസ്റ്റ് ഫെബ്രുവരി മാർച്ച് പോകുമ്പോൾ ഇനിയിപ്പോൾ വെക്കേഷൻ ആണല്ലോ. അപ്പോൾ ജൂണും കൂടെ വരാൻ പറഞ്ഞു. അപ്പോൾ 3 മാസം ആവുമല്ലോ. അപ്പോൾ ടീച്ചർ അവിടുത്തെ മിസ് എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ കുട്ടികൾക്കും ഏകദേശം എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ചെന്നാൽ വലുതായിട്ട് ജോലി ഭാരമൊന്നുമില്ല. കുട്ടികളെല്ലാം റെസ്പോണ്ട് ചെയ്തോളും. അപ്പം ജൂൺ ഈ വെക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഇനിയിപ്പോൾ കുട്ടികൾ പുതിയ സ്റ്റാൻഡേർഡിലേക്ക് മാറുകയാണല്ലോ. അപ്പോഴാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കുട്ടികൾക്ക് അറിഞ്ഞിടാത്ത കാര്യങ്ങളല്ലേ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതായത് LKG UKG കഴിഞ്ഞൊരു കുട്ടി ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കയറുമ്പോഴല്ലേ നമ്മൾ ജൂണിൽ ചെല്ലുന്നത്. അപ്പോഴെനിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് പറഞ്ഞ് അവരെന്നെ കുറേ എൻകറേജ് ചെയ്താൽ വിട്ടത്. എനിക്കത് കേട്ടപ്പോൾ തന്നെ സന്തോഷമായി. കാരണം നമ്മൾ ടെൻഷൻ അടിച്ചാണല്ലോ പോകുന്നത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളായതുകൊണ്ട് തന്നെ എങ്ങനെ നമ്മളോട് പെരുമാറുമെന്ന് അറിഞ്ഞൂടല്ലോ. അപ്പോൾ ഭയങ്കര പ്രിൻസിപ്പളാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര കാര്യം. അവർ പറഞ്ഞു മൺഡേ മുതൽ ജോയിൻ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു. Do well. അഫീഫ് ഫർസാന, ഡിപ്ലോമ ചെയ്യുന്നവർക്ക് LKG UKG അത് ഡിപ്പെൻഡിങ് ഓൺ ദ സ്കൂൾ. ചിലർ KG മാത്രമേ കൊടുക്കുള്ളൂ. ഞാനിങ്ങനെ PG ആണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു PG ആണെങ്കിൽ ഇങ്ങനെ ആദ്യം LKG UKG കഴിഞ്ഞിട്ട് PG ആയതുകൊണ്ട് ഇങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഇങ്ങനെ തരാമെന്ന്. അതായത് ദിവസങ്ങൾ കഴിയുന്നവർ ഇങ്ങനെ തരാമെന്ന്. വന്ന ഉടനെ അവർക്ക് ഇങ്ങനെ നമുക്ക് തരാം. അങ്ങനെ തരാമെന്ന് പറഞ്ഞു. ചിലര് ഡിപ്ലോമയൊന്നും നോക്കില്ല, നമ്മളെ ഹയസ്റ്റ് ക്ലാസ്സിലേക്ക് വിടും. മീൻസ് 4th വരെയൊക്കെ വിടും. അതിനപ്പുറത്തേക്ക് ചിലപ്പോ ചെയ്യില്ലായിരിക്കും. കൺഗ്രാജുലേഷൻ കിരണോ, ശരിക്കും പേരെന്താ? കീർത്തിയാണ് പേര്. എന്താ? കീർത്തി. Okay, Kirti, congratulations. So do one thing. Let me tell you, please do all your activities before your marriage. Please record writing and assignment, because you won't get enough time after this marriage. നമ്മള് ഷെഡ്യൂൾ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. സോ ഡു. ഓക്കെ, കീർത്തി നേരത്തെ ചെയ്ത് വെക്കുക കേട്ടോ. വർക്കൊക്കെ വേഗം ആക്കി വെക്കുക. ആൻഡ് യു പീപ്പിൾ ഡു സപ്പോർട്ട് കീർത്തി ഓൾസോ. Miss, my first record is completed, and second record I didn't start. Okay, that's very good. Okay, please do all the so I think you don't have any pending works, right? No, Miss, only second record is not completed. What about the assignments and other activities? Other activities I didn't start. So okay, so you people started writing records, and almost all of you just completed first record, right? Yeah. What about survey? Survey completed. Survey also completed. Everyone? എല്ലാരും ചെയ്തു കഴിഞ്ഞോ? ഇല്ല. കുറച്ച് പേരൊക്കെ ഇനിയും ചെയ്യാനുണ്ട്. സർവേ മാം അതിനെ ഒരു പ്രോജക്റ്റ് രൂപത്തിലാക്കണം. അത്ര വേണം. യു ഹാവ് ടു പ്രോജക്റ്റ് രൂപത്തിലാക്കണം. ലൈക്ക് നിങ്ങൾക്ക് അതിൽ ചേഞ്ചസ് വരുത്താൻ ഞാൻ പറഞ്ഞ അതേ ഓർഡർ അങ്ങനെ വേണമെന്നില്ല. പക്ഷെ എന്നാലും ഒരു റിപ്പോർട്ടിന്റെ ഒരു ഓർഡർ ഉണ്ടല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്യുക. കീപ് ദ ഫസ്റ്റ് ഫ്രണ്ട് പേജ്. ലൈക്ക് എന്താണ് ടോപ്പിക് കൊടുത്തിട്ട് റൈറ്റ് സൈഡ് കോർണറിൽ സബ്മിറ്റഡ് ബൈ യുവർ നെയിം.
Then അത് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്യാം. Then next page is index page, contents or index whatever you can write. അതില് നെക്സ്റ്റ് വരാൻ പോകുന്ന ഓരോന്ന് എഴുതുക. അപ്പൊ എയിം ആണ് ഫസ്റ്റ് എഴുതാൻ പോകുന്നെങ്കിൽ 1 ഇട്ടിട്ട് എയിം. സെക്കൻഡ് വൺ എന്തായിരിക്കും? ബിഫോർ ദാറ്റ് സെക്കൻഡ് വൺ യു ക്യാൻ റൈറ്റ് പ്രിഫേസ്, റൈറ്റ്? അത് എയിമിന് മുമ്പ് പ്രിഫേസോ എങ്ങനെയാന്ന് വെച്ചാൽ പ്രിഫേസ് എന്ന് പറഞ്ഞാൽ വൈ ദിസ് പ്രോജക്ട് ഇസ് നെസസറി നൗ. ആ ഒരു രീതിയിൽ നമ്മൾ ആമുഖം ബുക്കുകൾക്ക് ഉണ്ടാവില്ലേ, വൈ ദിസ് ബുക്ക് ഇസ് റിട്ടൺ എന്നുള്ള രീതിയിൽ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയോ? ഈ ഫസ്റ്റ് എങ്ങനെയായിരിക്കണം, സെക്കൻഡ് പേജ് എങ്ങനെയായിരിക്കണം എന്നൊന്ന് ഡീറ്റെയിൽസ് ഒന്ന് ക്ലാസ് റൂമിൽ ഒന്ന് ഇടാൻ പറ്റുമോ? പിന്നെ ഓൾറെഡി ആ സർവേയുടെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. സർവേയുടെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്, ഓക്കെ. അല്ലാതെ ഞാൻ പറയുന്നത് മിസ് പറഞ്ഞല്ലോ ഡാറ്റ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഇതാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞല്ലോ. ഒരു മിനിറ്റ് ഷെയർ ചെയ്യാം. ടീച്ചർ ഇപ്പൊ പറഞ്ഞു തരികയാണെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് എഴുതി വെക്കാം. ഷുവർ. അതിന്റെ ഓർഡർ ആണ് ക്ലിയർ ആവാത്തത്. ഓക്കെ ഓക്കെ ഫൈൻ. Frankly, when I was doing survey was very okay for me, but writing this report, it was really a headache for me that time. So I can understand. Okay. നിങ്ങൾ ഫസ്റ്റ് ഫ്രണ്ട് ഷീറ്റ് എഴുതിക്കും. പറ്റുന്ന സ്പീഡുള്ള ആരെങ്കിലും ചാറ്റ് ബോക്സിൽ ആ ഓർഡറും കൂടെ എഴുതിയൊക്കെ. ഞാൻ ഡോക്യുമെന്റ് നോക്കുന്നതാണ്, എനിക്ക് രണ്ടും കൂടെ പറ്റും. സോ ഫ്രണ്ട് ഷീറ്റ് യു ക്യാൻ ഡിസൈൻ, യു ക്യാൻ മോഡിഫൈ, ഇറ്റ്സ് യുവർ വിഷ്. ഓക്കെ, നെക്സ്റ്റ് പ്രിഫൈസ്. ഫ്രണ്ട് ഷീറ്റിൽ എന്താ എഴുതേണ്ടത്? ഹെഡിങ് കൊടുക്കണോ? ദാറ്റ് ഇസ് എന്തായിരുന്നു ഹെഡിങ് കൊടുക്കേണ്ടത്? സർവേ എന്ന് കൊടുത്താൽ മതിയോ? സർവേ ബ്രാക്കറ്റിൽ നമുക്ക് മിനി പ്രോജക്റ്റോ അങ്ങനെ എന്തോ നമ്മൾ കൊടുക്കില്ലേ, മിനി റിസർച്ച്. യെസ്, മിനി റിസർച്ച്. എന്നിട്ട് സബ്മിറ്റഡ് ബൈ, റൈറ്റ് സൈഡ് കോർണറിൽ സബ്മിറ്റഡ് ബൈ യുവർ നെയിം. ഓൾവേസ് റിമെമ്പർ, നിങ്ങൾക്കറിയായിരിക്കും, always use your official name, which name you had given in the institute or which is in your SLC book, whatever it be. Always use that name, okay, during exam also. Then comes preface. ഓരോന്നിലും എന്ത് എഴുതണം എന്ന് കൺഫ്യൂഷൻ ഉണ്ടോ? അല്ല, അപ്പൊ ഫസ്റ്റ് പേജിൽ ടീച്ചർ പറഞ്ഞല്ലോ, അപ്പൊ ഇങ്ങനെ ഹെഡിങ് കൊടുത്തിട്ട് ഡിസൈൻ ചെയ്യാം, സബ്മിറ്റഡ് ബൈ നമ്മൾ നെയിം എഴുതുക, എന്നിട്ട് നമ്മുടെ ബാച്ചിന്റെ പേര് എഴുതുക അല്ലേ? അതെ. സെക്കൻഡ് പേജിൽ എന്താ എഴുതുന്നത്? സെക്കൻഡ് പേജ് പ്രിഫൈസ്. നമ്മൾ എന്തിനൊരു ആമുഖം എഴുതില്ലേ, ഒരു ബുക്ക്, ഒരു ഓതർ എഴുതുമ്പോഴും ഈ ബുക്ക് ഞാൻ എഴുതാനുണ്ടായ ഒരു സാഹചര്യം, അപ്പൊ ഈ ഹെൽത്ത് കെയർ സയന്റിഫിക് എന്തിനാണ് നമ്മൾ ഈ സർവേ നടത്തുക എന്നുള്ളത് ഓരോരുത്തരുടെ അഭിപ്രായത്തിൽ എഴുതുക അല്ലെ? അഭിപ്രായം, ഇപ്പൊ ഇതിന്റെ ഒരു പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഇൻ ദിസ് ടൈം, ആ ഒരു രീതിയിൽ വേണം പ്രിഫൈസ് എഴുതാൻ. മാം, ഇത് വന്നിട്ട് എത്ര ഉണ്ടാവണം ഈ പ്രിഫൈസ് ഒക്കെ പറയുന്ന സമയത്ത്? ഒരു പാരഗ്രാഫ് ഒക്കെ മതിയാവോ? ഞാൻ എഴുതിയത് എത്ര ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ വളരെ കുറച്ച് എഴുതിയതാണ് എന്റെ ഇപ്പൊ എനിക്ക് തോന്നുന്നത്, കുറച്ചുകൂടെ എഴുതായിരുന്നു. ഒരു ഹാഫ് പേജ് എഴുതിയിട്ടുണ്ടല്ലേ? ഹാഫ് പേജ്. എന്റെ ഹാൻഡ് റൈറ്റിംഗ് ആ ടൈമിൽ അത്ര നന്നായിരുന്നില്ല, മീൻസ് ചെറുതുമായിരുന്നു. എല്ലാം സ്റ്റാർട്ടിങ് എങ്ങനെ തുടങ്ങുന്നുണ്ട് ടീച്ചറെ? സ്റ്റാർട്ടിങ് ഞാൻ എഴുതാം, ആസ് ടൈം പാസസ് ദ മെത്തേഡ് ഫോർ അഡാപ്റ്റിംഗ് ചൈൽഡ് കെയർ ഇൻ ഹോം ഇസ് ഡിഫറെന്റ്. കാലം കഴിയും തോറും നമ്മുടെ വീടുകളിലെ ചൈൽഡ് കെയർ മെത്തേഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? In older days, the method was different compared to nowadays. പണ്ടത്തെ കാലത്തെയും ഇപ്പോഴത്തെയും കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. It is different according to each persons also. പേഴ്സണെ അനുസരിച്ചും അത് ഡിഫറെന്റ് ആണ്. നമ്മൾ പറഞ്ഞു പല സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്ന അവരുടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഡിഫറെന്റ് ആണ്. പല ഫിനാൻഷ്യൽ ലെവൽസിലുള്ള എക്കണോമിക് ലെവൽസ് നോക്കിക്കഴിഞ്ഞാൽ
അവിടെയും ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലെവൽ അവിടെയും ഡിഫറെന്റ് ആണ്. വില്ലേജിൽ വേറെ രീതിയായിരിക്കും, അർബൻ ഏരിയയിൽ വേറെ രീതിയായിരിക്കും, റൂറൽ ഏരിയയിൽ വേറെ രീതിയായിരിക്കും. ഓക്കെ. In this survey, different aspects and different views can be seen. Within certain limitation, the child could enjoy his or her freedom. അതാണ് നമുക്ക് വേണ്ടത്. എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും കുട്ടിക്ക് വേണ്ടുന്ന ഒരു ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം എന്ന് തന്നെയാണ്. Why he needs freedom? We know that it will enhance his development. അല്ലേ? നമ്മൾ പഠിച്ചതല്ലേ, കുട്ടിക്ക് ഒരു ഫ്രീഡം വിത്തിൻ ലിമിറ്റ്സ് ഉണ്ടാകും. PREFACE. ഓക്കെ. ദെൻ അടുത്തത് എന്താ? കണ്ടന്റ്സ്. നമ്മൾ എഴുതില്ലേ, ഇൻഡെക്സ് പേജ് എഴുതില്ലേ, ഈ ലൂസ് ഷീറ്റ് ആയത് തന്നെ ഓരോന്ന് വെച്ചേക്കണ അതൊക്കെ ഇടയ്ക്കൊക്കെ കീപ്പ് ചെയ്യാൻ വെച്ചുപോയി. കഴിഞ്ഞ ദിവസം വിട്ടുപോകപ്പോ മിസ് ഇതെല്ലാം കൂടി സ്പൈറൽ ബൈൻഡിങ് ചെയ്യണോ? ഞാൻ അങ്ങനെ ചെയ്തില്ല, കാരണം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കാം. ഈ ഒരു ഇതല്ലേ, ഇങ്ങനത്തെ ഒരു ഫയലല്ലേ ഇങ്ങനെ നമ്മള് ടൈപ്പ് ചെയ്യുന്ന ഈ സൈഡിൽ ആ ടൈപ്പാണ് ഒരു സ്റ്റിക്ക് പോലത്തെ ഒരു സാധനല്ലേ, വൈറ്റ് കളറിലുള്ളത്? അതന്നെ അതന്നെ, അതെനിക്കിപ്പോ എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ അസൈൻമെന്റ് ബുക്കിൽ എഴുതിക്കോട്ടെ, കുഴപ്പമുണ്ടോ? വലിയ നോട്ട്ബുക്കിൽ ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് എന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ റിപ്പോർട്ട് സർവേ എന്നൊക്കെ ആയതുകൊണ്ട് പേപ്പറിൽ ചെയ്തു മാത്രം. നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുന്നതായത് ആണ്. അത് നോട്ട്ബുക്കിലായാലും മതി, ചെയ്താൽ മതി. നമുക്ക് ഇതിനകത്ത് പിക്ചേഴ്സിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് തോന്നുവാണ് ഇങ്ങനെ ഒരു പിക്ചർ ഉണ്ടെങ്കിൽ കാണാൻ നന്നായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ ഒറിജിനൽ പിക്ചേഴ്സ് എടുക്കരുത്, വരയ്ക്കുക, പേസ്റ്റ് ചെയ്യുക, അല്ലാത്ത ടൈപ്പ് ഓഫ് പിക്ചേഴ്സ് ഒക്കെ പേസ്റ്റ് ചെയ്യുക. കണ്ടന്റ്സ് ഇൻഡെക്സ് പേജ് പോലെ എഴുതുക. അപ്പൊ കണ്ടന്റ്സിനകത്ത് പിന്നെ 1 ഇട്ടിട്ട് നമ്മൾ നെക്സ്റ്റ് എന്താണ് എഴുതാൻ പോകുന്നത് എന്നുള്ളത് വേണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഫ്രണ്ട് ഷീറ്റ്, ദെൻ പ്രിഫൈസ്, ദെൻ കണ്ടന്റ്സ് ഇൻഡെക്സ് പേജ് പോലെ കണ്ടന്റ്സ് ഇട്ടിട്ട് 1. ഈ അടുത്ത പേജിൽ നമ്മൾ എന്താണോ എഴുതാൻ പോകുന്നത് അത് 1, 2, 3 നമ്പർ ഇട്ടിട്ട് കണ്ടന്റ്സിൽ എഴുതാം. അപ്പൊ അതിലെ 1 ആണ് എയിം ഓഫ് ദ പ്രോജക്ട്. അതായത് മിസ്സേ തേർഡ് ഒരു ഷീറ്റ് എടുത്തിട്ട് അതിൽ ഇൻഡെക്സ് പേജ് ഒരു ഹെഡിങ് പോലെ കൊടുത്തിട്ട് പിന്നെ 1, 2, 3 ഇട്ട് അങ്ങനെ എഴുതാൻ, അങ്ങനെയല്ലേ? യെസ്, ആ പേജിൽ 1, 2, 3 ഇട്ടിട്ട് ഇനി അടുത്ത ഷീറ്റ് തുടങ്ങി നമ്മൾ എന്താണോ വെക്കാൻ പോകുന്നത് അതാണ് ഈ 1, 2, 3. ഓക്കെ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് പേജിൽ കണ്ടന്റ്സ് പേജ് കഴിഞ്ഞ് അടുത്ത പേജിൽ വെക്കാൻ പോകുന്നത് എയിം ഓഫ് ദ പ്രോജക്റ്റ് ആണ്. സോ 1 എയിം ഓഫ് ദ പ്രോജക്റ്റ് കണ്ടന്റ്സ് പേജിൽ വരണം. കണ്ടന്റ്സ് എന്നുള്ള പേജില്ലേ ടീച്ചറെ, അതിലെന്താ എഴുതേണ്ടത്? അതിലാണോ എയിം ഓഫ് ദ പ്രോജക്റ്റ് എഴുതേണ്ടത്? അതില് അതായത് നമ്മള് നെക്സ്റ്റ് പേജ് തുടങ്ങിയിട്ട് ഓരോന്ന് എഴുതുന്നില്ലേ, അതിന്റെ ഹെഡിങ് ആണ് കണ്ടന്റ്സ് പേജിൽ എഴുതേണ്ടത്. അപ്പൊ ആ കണ്ടന്റ്സിലെ 1 ആണ് എയിം ഓഫ് ദ പ്രോജക്ട്. നെക്സ്റ്റ് പേജിൽ എയിം ഓഫ് ദ പ്രോജക്റ്റിനെ കുറിച്ച് എഴുതുക. മാം ഞങ്ങക്ക് വ്യക്തമായില്ല, കണ്ടന്റ് എന്ന് പറയുന്ന സമയത്ത് ഇൻഡെക്സ് ആണ് 1, 2, 3 ഇട്ടിട്ട് ഒരു ചെറിയൊരു സബ് ഹെഡിങ് കൊടുത്തിട്ട് ഫാമിലി അല്ല, അതിനുശേഷം വരുന്ന ടോപ്പിക്സ് എഴുതാനാണ് പറയുന്നത്. പിന്നെ റെക്കോർഡ് ബുക്കാ, റെക്കോർഡ് ബുക്കിലെ കണ്ടന്റ്സ് പേജ് എഴുതി കഴിയുമ്പോൾ അടുത്ത പേജിൽ ഞാനിപ്പോ ഇതിന്റെ ഫസ്റ്റ് മൈ കളക്ഷൻ റെക്കോർഡ് ബുക്കാണ്. ഫസ്റ്റ് എഴുതിയത് പ്രോവർബ്സ് ആയിരുന്നു. അപ്പൊ നെക്സ്റ്റ് പേജിൽ പ്രോവർബ്സിനെ കുറിച്ച്. സെക്കൻഡ് എഴുതിയത് റിഡിൽസ് ആൻഡ് പസിൽസ്, അത് നെക്സ്റ്റ് പേജിൽ എഴുതി അതിന്റെ ഡീറ്റെയിൽസ് എഴുതി. പിന്നെ തേർഡ് വൺ ട്രഡീഷണൽ നോളജ് ഫ്രം എൽഡേഴ്സ്, അതായിരുന്നു അടുത്തത് പിക്ചേഴ്സ് ഓഫ് പേജ് നമ്പർ എഴുതില്ലേ ടീച്ചറെ? ഇതില് പിന്നെ പേജ് നമ്പർ കാര്യങ്ങൾ കുറെ വേണമല്ലോ, നമുക്ക് സർവേക്ക് ഓരോ പേജിലല്ലേ ഓരോന്നുള്ളൂ. ഇത് പേജ് നമ്പർ ആയിട്ട് ഇടണമെങ്കിൽ പേജ് നമ്പർ ഇടാം. അതിൽ ഒന്നാമത്തെ എയിം ഓഫ് ദ പ്രോജക്റ്റ് പറഞ്ഞില്ലേ, ഇപ്പൊ രണ്ടാമത്തത് എയിം ഓഫ് ദ പ്രോജക്റ്റ് എന്നുള്ള പേജില് നമ്മൾ എന്താണ് ഈ പ്രോജക്റ്റിന്റെ എയിം അത് എഴുതണം അല്ലേ? നെക്സ്റ്റ് മെത്തേഡ്. എന്ത് മെത്തേഡാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തത്? ഈ
സർവേ ചെയ്യാനായിട്ട്. ഞാൻ വിസിറ്റ് ചെയ്യുമായിരുന്നു വീടുകൾ. വിസിറ്റ് ചെയ്യാതെ നമുക്ക് ഫോണിലൂടെ ചെയ്യാമല്ലോ. അങ്ങനെ ഏത് മെത്തേഡാണ് നിങ്ങൾ ഈ സർവേ ചെയ്യാൻ ഉപയോഗിച്ചത്? അതാണ് മെത്തേഡ്. ജസ്റ്റ് ആ മെത്തേഡ് മാത്രം എഴുതാതെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം അല്ലെ? എഴുതാം. ഞാൻ ഇങ്ങനെ എഴുതിയത്, ആദ്യം എഴുതിയത് എന്റെ നൈബർഹുഡിലുള്ള 3 വീടുകൾ വിസിറ്റ് ചെയ്തു. നെക്സ്റ്റ് എഴുതിയത് എന്റെ ഫ്രണ്ട്സിന്റെ വീട്, അത് അടുത്തല്ല, ദൂരെയാണ്. അപ്പൊ അങ്ങനെ 2 ഫ്രണ്ട്സിന്റെ വിസിറ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വൺ. അത് ഫസ്റ്റ് എയിം ഓഫ് ദ പ്രോജക്ട്, രണ്ടാമത്തത് മെത്തേഡ്, ദെൻ അടുത്ത മൂന്നാമത്തതായിട്ട് കളക്ഷൻ എഴുതൂ. എന്നിട്ട് ഈ ഷീറ്റ്സ് ഇൻസേർട്ട് ചെയ്യണം. നിങ്ങൾ 5 ഫാമിലിയെ കണ്ടെത്തി കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഷീറ്റ് ആ കളക്ഷൻ എന്നുള്ള ഭാഗത്ത് ആ ഷീറ്റ് വെച്ചാൽ മതി. അവിടെ വേറെ ഒന്നും എഴുതൊന്നും വേണ്ട. എഴുതണ്ട. ഡേറ്റ കളക്ഷൻ വേണമെങ്കിൽ ചേർത്ത കുറച്ചുകൂടെ ആപ്റ്റ് ആയിരിക്കും തോന്നുന്നു. ഡേറ്റ കളക്ഷൻ അത് വേണമെങ്കിൽ ഒരു പേപ്പറിൽ മിഡിലായിട്ട് ഡേറ്റ കളക്ഷൻ എഴുതിയിട്ട് നമ്മൾ ഈ കളക്ട് ചെയ്ത ആ PDF ആ ഒരു പേപ്പേഴ്സ് അതിനുശേഷം വെക്കുക. ക്ലിയർ ആയോ? ഒന്നാമത്തെ പേജിൽ നമ്മൾ എയിം ഓഫ് ദ പ്രോജക്ട് എഴുതി. ഒന്നാമത്തെ പേജിലെല്ലാം ഫസ്റ്റ് ഫ്രണ്ട് ഷീറ്റ്, ദെൻ പ്രിഫൈസ്, ദെൻ കണ്ടന്റ്സ്, ഇൻഡെക്സ് പേജ് പോലെ. കണ്ടന്റ്സിലെ ഫസ്റ്റ് വൺ എയിം ഓഫ് ദ പ്രോജക്റ്റ് ആയിരുന്നു. അടുത്ത പേജിൽ എയിം ഓഫ് ദ പ്രോജക്റ്റ് ഒരു കുറച്ച് എഴുതി. അത് കഴിഞ്ഞ് സെക്കൻഡ് വൺ മെത്തേഡ്, എന്ത് മെത്തേഡാണ് ഉപയോഗിച്ചത് 2. പിന്നെ മൂന്നാമത്തത് കളക്ഷൻ. അവിടെ നമുക്ക് എഴുതാനൊന്നുമില്ല. സോ നമ്മൾ ഇതൊരു പേജിൽ സെന്ററിൽ വലുതായിട്ട് കളക്ഷൻ എഴുതിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ 5 ഫാമിലിയുടെ ഡേറ്റ വെച്ചു. കളക്ഷന് പകരം ഡേറ്റ കളക്ഷൻ എഴുതിക്കോളൂ. ടീച്ചറെ മെത്തേഡ് എന്നുള്ളതിലേ ഇപ്പൊ നമ്മളെ വിസിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ എന്റെ രീതി ഒന്ന് പറയാം. എന്റെ രീതി അത്ര ശരിയാവണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഞാനിപ്പോ നിങ്ങൾക്ക് തരുന്ന പോലെ ഞങ്ങളുടെ മാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല. യു ഹാവ് ടു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ടോപ്പിക് മാത്രമേ തന്നുള്ളൂ. സോ എനിക്ക് തോന്നിയ രീതിയിൽ ഞാൻ അന്ന് എഴുതിയത്, ഫോർ ഡൂയിങ് ദിസ് സർവേ ഐ ഹാഡ് വിസിറ്റഡ് 3 homes in my neighborhood. I visited 2 of my friends' houses also, so that I could collect more data and informations from there. കാരണം നേരിട്ട് ചെല്ലുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അവരുടെ ഒരു നോൺ വെർബൽ ക്യൂസും അവരുടെ ഫേസിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ മനസ്സിലാവും. ഫോണിലൂടെ ആകുമ്പോൾ നമ്മൾക്ക് ആ ഒരു സെൻസ് മാത്രമല്ലേ കിട്ടുള്ളൂ, ഓഡിറ്ററി സെൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് വിഷ്വലൈസ് ചെയ്ത് നമുക്ക് കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. So that I could collect more data and informations from there. Thus got a chance to study about the subject more deeply. ഇങ്ങനെയാണ് ഞാൻ മെത്തേഡിൽ എഴുതിയത്. ഇങ്ങനെ ഇത്രയും എഴുതണമോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ, ബട്ട് എനിക്ക് അന്ന് തോന്നിയ രീതിയിൽ ഞാൻ എഴുതി വെച്ചതാണ്. രണ്ട് ടൈപ്പിലാണ് ഡാറ്റ കളക്ട് ചെയ്തതെങ്കിൽ അത് വേറെ പാരഗ്രാഫ് ആക്കി എഴുതാൻ പറ്റുമോ? എഴുതാം, കുഴപ്പമില്ല. ഒറ്റ പാരഗ്രാഫിൽ ഡിഫറെന്റ് സെന്റൻസസ് മാറ്റിയിട്ട് എഴുതിയാലും അതാ ഞാൻ ചോദിച്ചത്. അങ്ങനെ ചെയ്യാൻ പറ്റും. ഫോണിൽ വിളിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ. അല്ലെങ്കിൽ ഇപ്പൊ സ്കൂളില് വർക്ക് ചെയ്യുന്ന ആളാണ്, അപ്പൊ സ്കൂളില് വർക്ക് ചെയ്യുന്ന വേറെ ടീച്ചർമാരുടെ കുട്ടികൾ അവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ടീച്ചർമാർക്ക് വേറെ, അങ്ങനെയാണ്. സ്കൂളിൽ എന്റെ കൊളീഗ്സിനോടാണ് ചോദിച്ചത്. അങ്ങനെ നിങ്ങൾ എന്താണോ എങ്ങനെയാണോ കളക്ട് ചെയ്തത് ആ മെത്തേഡാണ്. ഓക്കെ, ദെൻ മെത്തേഡ് കഴിഞ്ഞു. തേർഡ് ഡാറ്റ കളക്ഷന് അനാലിസിസ്. മാം അവിടെ നമ്മൾ മെത്തേഡ് എഴുതി വെച്ചില്ലേ? മെത്തേഡ് എഴുതി വെക്കല്ല, നമ്മൾ ആ ഷീറ്റ് ഇട്ടല്ലോ, മറ്റേ ഡാറ്റ കളക്ട് ചെയ്ത ഷീറ്റ്. അതിൽ വന്നിട്ട് നെയിം ഓഫ് ദ പാരന്റ് എഴുതണോ? നെയിം ഓഫ് ദ പാരന്റ്, നെയിം ഓഫ് ദ കിഡ്സ്, അങ്ങനെ എഴുതണോ? അവരൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾക്ക് എഴുതാം. അല്ലെങ്കിൽ വല്ല XYZ എന്നോ ABCD എന്നൊക്കെ എഴുതി വെച്ചാൽ. അല്ല ടീച്ചർ, അതിനിപ്പോ അവരിപ്പോ സമ്മതിക്കാതിരിക്കുന്നില്ലല്ലോ. ജസ്റ്റ് ആ പേപ്പറിന്റെ മുകളില് ആ പാരന്റിന്റെ നെയിമും ആ കുട്ടിന്റെ നെയിമും ഒന്ന് എഴുതി വെച്ചാൽ നല്ലതല്ലേ? ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് അവര് പ്രശ്നമൊന്നും പറഞ്ഞില്ല, എഴുതിക്കോളാൻ പറഞ്ഞു. അന്ന് ചോദിച്ചിട്ടാ എഴുതിയുള്ളൂ.
നോ പ്രോബ്ലം എന്ന് പറയും. നമ്മൾ ജസ്റ്റ് ഡാറ്റ കളക്ട് ചെയ്യല്ലേ, അല്ലാതെ എനിക്ക് വേറെ അവരുടെ ഒന്നും അഡ്രസ് അല്ലല്ലോ. വരെ തന്നു, ഫോൺ നമ്പർ ഒന്നും തന്നില്ല. ആണ്. ഓക്കെ, അപ്പൊ അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സർവേ. ഫോൺ നമ്പർ ഒന്നും സർവേയിൽ വെക്കണ്ട കേട്ടോ ദിവ്യ. ഇല്ല കേട്ടോ, വെച്ചിട്ടൊന്നുമില്ല. ഓക്കെ, സോ അപ്പം നമ്മൾ ഇത്രയും 5 പേരുടെ നമ്മൾ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്കത് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിന് ഒരു അനാലിസിസ് നമ്മൾ കൊടുക്കണം. സോ നെക്സ്റ്റ് വണ്ണസ് അതാണ് അനാലിസിസ്. നമ്പർ എത്രയാ? 4th വിശകലനം അല്ലേ ടീച്ചർ? അതിനെ കുറിച്ച് എന്താണ് നമുക്ക് മനസ്സിലായി എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക അല്ലെ? കൺക്ലൂഷൻ ആണോ? കൺക്ലൂഷൻ അല്ല, അനാലിസിസ്. ആ ഡേറ്റ കളക്ഷനിൽ വിശകലനം മലയാളത്തിൽ. മനസ്സിലാക്കിയപ്പോ നമുക്ക് എങ്ങനെ നമ്മളത് മനസ്സിലാക്കിയത്. ഓരോ ഫാമിലീസും ഡിഫറൻസ് ആയിരിക്കുമല്ലോ, അപ്പൊ അത് ഓരോന്നും അങ്ങനെ മാറ്റി മാറ്റി എഴുതാലോ അല്ലെ? അതെ, ഇതെനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, കാരണം നിങ്ങൾ കണ്ട അല്ലെങ്കിൽ സംസാരിച്ച ഫാമിലി നിങ്ങൾക്ക് അറിയും. ഞാൻ എഴുതിയത് വേണമെങ്കിൽ വായിക്കാം. ഞാൻ ഇതിനെ പെർസെൻറ്റേജ് ആയിട്ട് മാറ്റി. 5 പാരന്റ്സിനെയാണ് കണ്ടതെങ്കിലും അതിനെ നമ്പർ ആക്കാതെ, നമ്മൾ എപ്പോഴും സർവേയിൽ അങ്ങനെയാണല്ലോ, ഒരു പെർസെൻറ്റേജ് ഒരു രീതിയിൽ. സാധാരണ നമ്മളുടെ വീടുകളിലൊക്കെ വരുന്ന സർവേ എന്ന് പറഞ്ഞാൽ ഒരു വാർഡ് മുഴുവനും ഇത്രയും ഫാമിലി മെമ്പേഴ്സ് വെച്ചിട്ടാണ് അവർ ഡേറ്റ കളക്ട് ചെയ്യുന്നത് അല്ലെ. നമ്മളിപ്പോ 5 പേരേ ഉള്ളൂ. അപ്പൊ ഞാൻ ചെയ്തതിൽ എനിക്ക് ഒരു ഫാമിലി മാത്രമാണ് വളരെ ഡിഫറെന്റ് ആയിട്ട് ചിന്തിച്ചത്. ഞങ്ങൾ പറയുന്ന പോലെ കുട്ടി കേൾക്കണം, ഞങ്ങൾ പറയുന്ന കോഴ്സിന് പോകണം, അടിക്കും, അങ്ങനെയൊക്കെയുള്ള പണിഷ്മെന്റ് കൊടുക്കും, ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ കിട്ടിയത്, അങ്ങനെ ഒരു ഫാമിലി മാത്രമാണ് അങ്ങനെ പറഞ്ഞുള്ളൂ. സോ ഞാൻ അതിനെ ബാക്കി 4 പേരും കുട്ടികളുടെ ഹെൽത്ത് കെയറിൽ വളരെ സയന്റിഫിക് ആയിട്ട് തന്നെ കുട്ടികളുടെ ഇഷ്ടം നോക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഇഷ്ടങ്ങൾ നോക്കുന്നുണ്ട്, ആ രീതിയിലായിരുന്നു. സോ ഞാൻ അങ്ങനെ എഴുതി. ഇൻ ദിസ് സർവേ one thing should notice that 90% of the parents are willing to support child's needs and desire, but 10% of parents are not ready to accept that. They are telling that if it is given to child's child's wish and give them that freedom, then his future may be spoiled. Some are expressing their feelings that they had some experiences in their childhood. ചിലര് പറയട്ടെ, കുട്ടിക്കാലത്ത് എനിക്ക് അങ്ങനെയായിരുന്നു, സോ എന്റെ കുട്ടികളെ ഞാൻ അങ്ങനെയല്ല. ചിലര് പറയും, കുട്ടിക്കാലത്ത് എന്നെ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയിരുന്നത്, സോ ഞാൻ എന്റെ കുട്ടികളെ ഇങ്ങനെ തന്നെ. അങ്ങനെ ആ ഡിഫറെന്റ് നമുക്ക് ആസ്പെക്ട്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ നിങ്ങൾ അനാലിസിസ് ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് ധാരാളം എഴുതാം. നിങ്ങൾ കളക്ട് ചെയ്ത ഡേറ്റ വെച്ചിട്ട് യു ക്യാൻ റൈറ്റ് മോർ. ഓക്കെ, സോ അനാലിസിസ് കഴിഞ്ഞു. കൺക്ലൂഷൻ ആണോ? കൺക്ലൂഷന് മുമ്പ് വേറൊരു കാര്യമാണ്, ഒപ്പീനിയൻ. നിങ്ങൾക്ക് സ്വന്തം പേഴ്സണൽ ഒരു ഒപ്പീനിയൻ ഉണ്ടാവൂലേ ഈ ചൈൽഡ് കെയറിനെ കുറിച്ച്? നമ്മളുടെ നമ്മളത് സർവേ എടുത്തു കഴിയുമ്പോ എന്തായാലും നമുക്കൊരു ഒപ്പീനിയൻ വരും. നമ്മള് ചിന്തിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് പേഴ്സണലി എന്താണ് ഇതിനെ പറ്റി തോന്നുന്നത്? നമ്മളുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അവിടെ എഴുതുന്നത്. ഞാൻ എഴുതിയ എന്റെ ഒരു ഒപ്പീനിയൻ ആയിട്ട് എഴുതിയത്, ഫ്രീഡം ഈസ് ദ ബർത്ത് റൈറ്റ് ഓഫ് ദി ഹ്യൂമൻ ബീയിങ്. സോ ഈച്ച് ആൻഡ് എവറി ചൈൽഡ് ഷുഡ് ഗീവ് ദ ഫ്രീഡം, ബട്ട് വിത്തിൻ സം ലിമിറ്റേഷൻസ്. Parents should be there always for supporting, encouraging and guiding them so that the environment should be comfortable for the kids. ഇതാണ് ഞാൻ എന്റെ ഒപ്പീനിയൻ ആയിട്ട് എഴുതിയത്. ജനറൽ ആയിട്ട് ഒരു ഒപ്പീനിയൻ എഴുതി, കുട്ടികൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് പാരന്റ്സ് ചെയ്യേണ്ടതെന്നുള്ളത്. ക്ലിയർ ആയോ? ഉണ്ടാവും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്കൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ പേഴ്സണലി. സോ അത് എഴുതി വെക്കുന്നു. ഇത്രയും ഫാമിലീസിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് അവിടെ അവർക്ക് ഇങ്ങനെയൊരു ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവയർനെസ് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരുന്നു, അങ്ങനെ ഒരു ഫീല് നമുക്ക് തോന്നില്ലേ ചില സമയത്ത്? തീർച്ചയായിട്ടും തോന്നും. ക്ലാസ്സിലാണോ അത് ഡിസ്കസ് ചെയ്തതെന്ന് എനിക്കൊരു സംശയം. അപ്പൊ വൺ സെക്കൻഡ്. ചൈൽഡ് കെയറിനെ കുറിച്ചുള്ള നമ്മുടെ ഒപ്പീനിയൻ ആണോ എഴുതാൻ പറഞ്ഞത്? ഈ ടോപ്പിക് ഇല്ലേ,
ടോപ്പിക്കിനെ കുറിച്ചും നമ്മളിപ്പോ അത് ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായില്ലേ. അപ്പൊ നമുക്കൊരു ഒപ്പീനിയൻ അബൌട്ട് ചൈൽഡ് കെയർ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ വൈ ചൈൽഡ് നീഡ്സ് ദാറ്റ് മച്ച് ഫ്രീഡം, പാരന്റ്സ് എങ്ങനെ ആവണം ഫോർ പ്രോപ്പർ ചൈൽഡ് കെയറിങ്, അങ്ങനെയൊക്കെ ആലോചിച്ച് നമുക്ക് എഴുതാം. നെക്സ്റ്റ് നമ്മുടെ ഒപ്പീനിയൻ കഴിഞ്ഞു. ഇനി അടുത്തത് പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ. എന്ത് പ്രോഗ്രസീവ് വർക്ക്സ് ഈ ഫാമിലി അല്ലെങ്കിൽ ഈ ഒരു എന്ത് ഇന്റർവെൻഷൻ നടത്തണം, അതാണ് പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ. അപ്പൊ നമുക്ക് തോന്നുവാണ് ആ ഒരു ഫാമിലിയിൽ ഇങ്ങനെ ഒരു കാര്യം അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അബൌട്ട് ഹൈജീൻ, അല്ലെങ്കിൽ അബൌട്ട് ഹെൽത്തി ഹാബിറ്റ്സ്, അല്ലെങ്കിൽ അബൌട്ട് ഫുഡ് ഹാബിറ്റ്സ്, അല്ലെങ്കിൽ കുട്ടിയെ പണിഷ് ചെയ്യുന്ന കാര്യങ്ങളിലോ, അല്ലെങ്കിൽ കുട്ടിയെ ചിലപ്പോൾ ഓവർ കെയറിങ് ഉണ്ടാവും, ഭയങ്കര പാമ്പറിങ്, ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഏരിയ ആണെങ്കിൽ വി ക്യാൻ ഡു സംതിങ്. അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത ആണെങ്കിൽ കൂടി നമുക്ക് പേപ്പറിൽ എഴുതി വെക്കാലോ, അവിടെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കുന്നുള്ളത്. അപ്പൊ എന്ത് ഇന്റർവെൻഷൻ നടത്തും, എന്ത് അവയർനെസ് കൊടുക്കും, അതാണ് പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ. ചിലപ്പോൾ നിങ്ങൾ വിസിറ്റ് ചെയ്ത 5 ഫാമിലീസും ദേ ആർ വെരി ഓക്കെ, ദേ ആർ വെരി കെയർഫുൾ അബൌട്ട് കെയറിങ് ദർ കിഡ്സ് ആൻഡ് ദേ ആർ പ്രൊവൈഡിങ് ഓൾ ദ ഫെസിലിറ്റീസ് ദാറ്റ് ഈസ് നെസസറി ഫോർ ദ കിഡ്സ്. അങ്ങനെ ഫീൽ ചെയ്യുവാണെങ്കിൽ ദർ ഈസ് നോ നീഡ് ഓഫ് പ്രോഗ്രസീവ് വർക്ക്സ്, അല്ലെ? നമുക്കത് എഴുതാം. മിസ് ഞാനില്ലേ ഈ ഷീറ്റ് മിസ് തന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതില് ഇപ്പൊ ഈ പ്രോഗ്രസീവിന്റെ പറഞ്ഞതുകൊണ്ട് ചോദിക്കാണ്, അതിലൊരു പാരന്റ് എല്ലാത്തിലും നല്ല കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ കുട്ടിക്ക് ഭയങ്കര സപ്പോർട്ട് കൊടുക്കാണ്. കുട്ടി തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും അതിനെ തിരുത്താൻ പറയുന്നുണ്ട്, പക്ഷെ പിന്നീട് അത് ശ്രദ്ധിക്കുകയൊന്നും ചെയ്യാതെ കുട്ടീനെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യാണ്. അപ്പൊ എന്ത് എഴുതും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ? എന്ത് എഴുതും ഞാൻ പറഞ്ഞു തരണം, ജസ്റ്റ് തന്നെ ആലോചിക്കും. ഇത് പറഞ്ഞപ്പോ എനിക്ക് അത് ഓർമ്മ. അപ്പൊ ഞാനിവിടെ ഇരുന്ന് ആലോചിച്ച് ഞാൻ എന്താ എഴുതുക അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പൊ ശരിക്കും കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കണം, ബട്ട് ദർ ഷുഡ് സം ലിമിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്. അതുകൊണ്ട് അധികമാകാൻ പറ്റില്ല, പിന്നെ പിടിച്ചാൽ കിട്ടാണ്ടാവും. അത് തന്നെ, അധികമായാൽ അത് ആ ഒരു രീതിയിൽ നമ്മളുടെ ഒരു നോട്ടം മതി. കുട്ടിക്ക് അറിയാം അതാ ഞാൻ ചെയ്യേണ്ടതാണോ ചെയ്യേണ്ടതല്ലാതാണോ, ആ ഒരു രീതിയിലുള്ള ഒരു കൺട്രോൾ വിത്ത് കെയർ നടക്കണം. സ്ട്രിക്റ്റ് തീരെ പാടില്ല എന്നൊന്നും പറയുന്നില്ല, ചെറിയ രീതിക്കൊക്കെ വേണം. നമ്മളിപ്പോ അവരെ ഒരു അരുതാത്തൊരു കാര്യം ചെയ്യുവാണ്, സോ നമ്മളൊന്ന് നോക്കുന്നു, ഈവൻ നമ്മളുടെ നോട്ടത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാവും യെസ് ഐ ഹാഡ് ഡൺ സംതിങ് റോങ്. പെട്ടെന്ന് തന്നെ അവരത് കറക്റ്റ് ചെയ്യുമ്പോൾ അവർ നമ്മുടെ അടുത്തേക്ക് തന്നെ ഓടി വരും. ആ ഒരു രീതിയിലാകണം ഈ പാരന്റും കുട്ടികളും തമ്മിലുള്ള ഒരു ബോണ്ടിങ്. അല്ലാതെ ഞാൻ എന്ത് ചെയ്താലും എന്നൊന്നും പറയില്ല എന്നുള്ള ഒരു തോട്ട് കുട്ടിയിൽ വരുന്നത്. ഞാൻ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്താൽ എന്റെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ വാട്ട് ഇറ്റ് ഈസ് പാരന്റ്സ് അത് ശ്രദ്ധിക്കും. സോ ഐ ഹാവ് ടു ടേക്ക് കെയർ. അങ്ങനെ എന്തെങ്കിലും പറ്റിയാൽ, ഞാൻ അറിയാതെയാണെന്ന് പറ്റിയാൽ ഞാൻ എന്റെ പാരന്റ്സിനെ അറിയിക്കണം. ആ രീതിയിലുള്ള ഒരിത് വരണം പാരന്റ്സും കുട്ടികളും തമ്മിൽ, ഈവൻ ടീച്ചേഴ്സും കുട്ടികളും തമ്മിൽ. ചില കുട്ടികൾ പറയാൻ ആ മിസ് ഒന്നും പറയില്ല, മിസ് പാവം. ബട്ട് അറ്റ് ദ സെയിം ടൈം മിസ് ഇസ് ഗുഡ്, ബട്ട് അറ്റ് ദ സെയിം ടൈം മിസ് നമ്മള് വേണ്ടാന്ന് മിസ് പറയുമ്പോ കുട്ടികൾ മനസ്സിലാക്കണം അത് വേണ്ടാത്തതാണ്. ആ ഒരു രീതിയിൽ ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻ. ഓക്കെ, സോ അപ്പൊ പ്രോഗ്രസീവ് വർക്ക്സിൽ നമുക്ക് ആ ഡിപ്പെൻഡിങ് ഓരോ പാരന്റ്സിന്റെ ഇത് കാണുമ്പോൾ നമുക്ക് ഈ ജസ്മി പറഞ്ഞ പാരന്റിന്റെ കേസില് ജസ്മിക്ക് ഇന്റർവെൻഷൻ ചെയ്ത അവസാനം ജസ്മിക്ക് ഹെഡേക്ക് ആവുന്ന രീതിയിലുള്ള ഇന്റർവെൻഷൻ ഒരിക്കലും ചെയ്യരുത്. നമുക്ക് പറയാൻ പറ്റുന്ന സ്പേസ് ഉള്ളിടത്തെ നമുക്ക് അവയർനെസ് കൊടുത്തിട്ട് കാര്യമില്ല, അല്ലേ? അവര് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ശരിക്ക് ക്ലിയർ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. പക്ഷെ അവര് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായ കാര്യം, കുട്ടി ചെറുതായിട്ടുള്ള മോഷണമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാനത് കണ്ടുപിടിച്ചു, പക്ഷെ ഇപ്പം ചെയ്യുന്നില്ല. അപ്പൊ അതൊരു ഓവർ കോൺഫിഡൻസ് അവിടെ കണ്ടു ഞാൻ. അപ്പൊ അതെനിക്ക് എന്തോന്ന്, എനിക്കത് കേട്ടപ്പോ എന്താ ഡൈജസ്റ്റ് ആയില്ല എന്ന് പറഞ്ഞ പോലെ തോന്നി. പിന്നെ ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ നിന്നില്ല. സ്കൂളിൽ പോകുന്ന കുട്ടിയാണോ, സ്കൂളിൽ നിന്നാണെങ്കിൽ അത് പ്രശ്നമാണല്ലോ. കാരണം ഇതൊരു ഫോബിയ പോലെയോ അങ്ങനത്തെ ഒരു മാനിയക് പോലെ അങ്ങനത്തെ രീതിയിലൊക്കെ മാറുവാണെങ്കിലേ. സ്കൂളിൽ നിന്നല്ല, വീട്ടിൽ നിന്നാണ് എടുത്തുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. ചെറിയ കുട്ടിയായിരിക്കും.
അത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. അത് മാറാവുന്നത് തന്നെയാണ് കുട്ടികൾക്ക്. കുട്ടികൾക്ക് ചിലപ്പോ അറിയാണ്ടേ മുട്ടായി മേടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോ വീട്ടിൽ നിന്ന് കൊടുക്കാണ്ടിരിക്കുമ്പോ ചിലപ്പോ അറിയാണ്ട് എന്റെ അടുത്ത വീട്ടിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടേ. എടുത്തിട്ട് പിന്നെ അതിന് കുറെ അടിക്കുകയൊക്കെ ചെയ്തു പേരൻസ്, കുറെ അതിനെ ശിക്ഷിച്ചു. പിന്നെ കുട്ടി ഇപ്പോ നല്ല കുട്ടിയാണ്. ഒരിക്കൽ ഒരു കുട്ടി തെറ്റ് ചെയ്തു പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആകൊന്നുമില്ല. ഇവിടെ ഹസ്ബൻഡിന് ഈ വാലറ്റ് ഇല്ല, ചുമ്മാ പോക്കറ്റിലായിരുന്നു ഇങ്ങനെ ക്യാഷ് ഒക്കെ വെച്ചിരുന്നത് നേരത്തെ. എന്നിട്ട് ഓഫീസിൽ വന്നു കഴിയുമ്പോ പോക്കറ്റിൽ നിന്ന് എല്ലാം എടുത്ത് ടേബിളിൽ ഇങ്ങനെ വിടും. അപ്പൊ കുട്ടികള് വലുതായി വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു പേഴ്സ് വാങ്ങണം, ക്യാഷ് പേഴ്സിൽ തന്നെ കീപ്പ് ചെയ്യണം, എന്നിട്ട് പേഴ്സ് അതൊരു ഭാഗത്ത് വെക്കണം എന്ന് പറഞ്ഞു. കാരണം കുട്ടികൾ നോക്കുമ്പോൾ എന്താ നിറയെ ക്യാഷ് കിടക്കുന്നു. സോ ഇങ്ങനെ ഫ്രീ ആയി കിടക്കുന്ന സാധനം എടുക്കാവുന്നതെന്ന് അവര് വിചാരിക്കില്ലേ. അപ്പൊ അവര് ആ ഒരു ഏജ് ആവുന്നതിന് മുമ്പ് ഞാൻ ഹസ്ബൻഡിനെ കൊണ്ട് പേഴ്സ് യൂസ് ചെയ്യുന്ന ശീലം തുടങ്ങിച്ചു. എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ആരെങ്കിലും പോക്കറ്റ് മണി, വിഷു കൈനീട്ടം അങ്ങനെ കിട്ടുമ്പോൾ ഞാൻ ഇവർക്കും പേഴ്സ് വാങ്ങിച്ചു കൊടുത്തു. അപ്പം ഇതിങ്ങനെ ക്യാഷ് ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്, ഇങ്ങനെ സൂക്ഷിച്ചു വെക്കണം. ആ ഒരു ഫീല് അവരിലും വന്നു. വേറൊരാളുടെ പേഴ്സും എന്റെ പേഴ്സ് ഇതാണ്, വേറൊരാളുടെ ഇതാണ്, ആ ഒരു ഫീൽ അവർക്ക് വന്നു. പിന്നെ വലുതാകുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ ഒരു സാധനം എടുക്കുമ്പോൾ ചോദിച്ചിട്ട് എടുക്കാൻ പാടുള്ളൂ, അങ്ങനെ ആ ഒരു രീതിയിൽ. മറ്റേന്ന് പറയുമ്പോൾ അവർക്ക് അറിയില്ലല്ലോ ഇതിങ്ങനെ മേശപ്പുറത്ത് നിറയെ കിടക്കുന്നു, ആർക്കും എന്തും ഒന്ന് എടുക്കാവുന്നതാണ്. ഇപ്പൊ മേശപ്പുറത്ത് ഒരു പേപ്പർ കിടക്കുന്നത് ആരെങ്കിലും എടുക്കുമല്ലോ, അതുപോലെ ഇപ്പൊ ക്യാഷിനെ പറ്റി അവർക്ക് അറിയില്ലല്ലോ. സോ നമ്മളപ്പം അങ്ങനെ മൈന്യൂട്ട് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കുട്ടികളുടെ പല കാര്യങ്ങളും ചെയ്യുമ്പോഴേ നമ്മുടെ ഇന്നത്തെ സമയം ഇങ്ങനെ തീർന്നു. സോ പ്രോഗ്രസീവ് വർക്ക്സ് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസിന്ന് നിങ്ങൾ എഴുതണം കേട്ടോ. പ്രോഗ്രസീവ് വർക്ക്സ് കഴിഞ്ഞു. ഇനി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, കൺക്ലൂഷൻ കൊടുക്കാം. നമുക്ക് എന്താ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? എല്ലാ കുട്ടികൾക്കും പ്രോപ്പർ കെയറും സപ്പോർട്ടും പാരന്റ്സ് കൊടുക്കണം. അതെന്തിനാണ്? അവരുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ. അങ്ങനെ സപ്പോർട്ടും കെയറും കൊടുക്കാത്ത കുട്ടികളുടെ വളർച്ച മുരടിച്ചു പോകും തീർച്ചയായിട്ടും അവർ, അല്ലെ? സോ ഈച്ച് പാരന്റ് ഷുഡ്, നമ്മളിപ്പോ പാരന്റ്സിന്റെ ഇടയ്ക്ക് സർവേ നടത്തിയതുകൊണ്ടാട്ടോ നമ്മൾ പാരന്റ്സിനെ തന്നെ ഇത് ചെയ്യുന്നത്. നിങ്ങളിപ്പോ സ്കൂൾ അല്ലെങ്കിൽ ആസ് എ ടീച്ചർ നിങ്ങളുടെ റോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ടീച്ചറും കൂടെ അതിനകത്ത് ചേർക്കായിരുന്നു. സോ ഇവിടെ നമ്മൾ പാരന്റ്സ് മാത്രമല്ലേ പറയുന്നുള്ളൂ. സോ അതുകൊണ്ട് പാരന്റ്സ് എല്ലാം അത് ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്കൊരു കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യാം. കൺക്ലൂഡ് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് അത് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഫ്രണ്ട് ഷീറ്റ്, ദെൻ പ്രിഫൈസ്, കണ്ടന്റ്സിൽ 1, 2, 3 എന്നിട്ട് എഴുതുന്നതാണ് അടുത്തടുത്ത പേജുകളിൽ വരുന്ന കാര്യങ്ങൾ. അതിന് ആദ്യം നമ്മൾ എയിം പറഞ്ഞു, പിന്നെ മെത്തേഡ്, നമ്മൾ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്തത് ഇത് കളക്ട് ചെയ്യാൻ. ദെൻ നമ്മൾ തേർഡ് വൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേറ്റ കളക്ഷൻ. എന്നിട്ട് നമ്മൾ ആ ഷീറ്റ്സ് വെക്കുന്നു. പിന്നെ ഇത്രയും ഡേറ്റ കളക്ട് ചെയ്തതിന്റെ ഇതില് അത് നമ്മൾ മനസ്സിലാക്കിയതിന്റെ ഇതിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മളത് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ നെക്സ്റ്റ് വൺ ആയിട്ട് എഴുതുന്നു. ഒപ്പീനിയൻ, ദെൻ അബൌട്ട് പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ. അവർക്ക് എന്താണ് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ എന്ത് ഇന്റർവെൻഷൻ അവരിൽ നടത്തണം, ഏതെങ്കിലും പാരന്റ്സിൽ നടത്തുന്നുണ്ടോ, ഏതെങ്കിലും ഫാമിലിയിൽ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ് പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ എഴുതേണ്ടത്. ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയി ടീച്ചർ, ടെൻഷൻ ഇല്ല. അപ്പൊ റെക്കോർഡ്സ് ഓക്കെ, സർവേയുടെ കാര്യം ഓക്കെ. ദെൻ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആക്ടിവിറ്റീസ് അല്ലെ. അതിന് സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് പറഞ്ഞിരുന്നു, വേർഡ് റീഡിംഗ് കാർഡ്സ് പറഞ്ഞു, പിക്ചർ റീഡിംഗ് കാർഡ്സ് പറഞ്ഞു, ഫേസ് മാസ്ക് പറഞ്ഞു. നിങ്ങളുടെ അടുത്ത് ഇത് പറഞ്ഞു, മാഗസിൻ പറഞ്ഞു, ഹാൻഡ് റിട്ടൺ മാഗസിൻ ഇല്ലല്ലോ. ഓക്കെ. സോ എല്ലാ ബാച്ചിലും ഞാൻ പറയുന്നുണ്ട്, ബട്ട് വൺ കണ്ടീഷൻ, ഈ ബാച്ചിൽ ഉള്ള എല്ലാ കുട്ടികളും ഇതിന് തയ്യാറാണെങ്കിൽ മാത്രം മാഗസിൻ പ്രിപ്പയർ ചെയ്താൽ മതി. നിങ്ങളൊരു എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. പറയട്ടെ. നിങ്ങളുടെ ബാച്ചിലൊരു മാഗസിൻ പ്രിപ്പയർ ചെയ്യാണ്. ആദ്യം ഒരു മാഗസിൻ കമ്മിറ്റിയെ സെലക്ട് ചെയ്യുക. കമ്മിറ്റിയിൽ എഡിറ്റർ ഉണ്ടാകും, ലേഔട്ട് ഡിസൈനർ ഉണ്ടാകും, പേജ് ഡിസൈൻ ചെയ്യുന്ന ആളുണ്ടാകും, ഒരു കോർഡിനേറ്റർ പോലെ ഉണ്ടാവും. ഹാൻഡ് റിട്ടൺ ആണ്, പ്രിന്റ് എടുക്കോ അങ്ങനത്തെ ഒന്നുമല്ല. അപ്പൊ ഒരു കൺഫ്യൂഷൻ തോന്നും, എല്ലാരും പല ഭാഗത്തല്ലേ, ഇതിനെ ഒരുമിച്ചാക്കി മാഗസീൻ എങ്ങനെയാക്കും? സോഫ്റ്റ് കോപ്പി ആക്കിയാൽ മതി മാഗസീൻ. ആരൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞത് കൂടി പറയൂ.
മാഗസീൻ എഡിറ്റർ, ലേഔട്ട് ഡിസൈനർ, പിന്നെ പേജ് ഡിസൈനർ, കോർഡിനേറ്ററോ അങ്ങനെ എന്തൊക്കെയാണ്, സബ് എഡിറ്ററോ ചീഫ് എഡിറ്ററോ എന്തൊക്കെ ഉണ്ടല്ലോ മാഗസീൻ എഡിറ്ററിന്റെ ഒപ്പം. എല്ലാരും അസിസ്റ്റ് ചെയ്യുക, എല്ലാരും സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഓരോരുത്തരുടെയും ഒരു കോൺട്രിബ്യൂഷൻ, ഒരു ആക്ടിവിറ്റി എങ്കിലും വേണം, ഒരു ഐറ്റം എങ്കിലും വേണം. നിങ്ങൾക്ക് റൈം എഴുതാം, പോം എഴുതാം, പിന്നെ ഇത് സ്റ്റോറി എഴുതാം, എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ടൊരു ആർട്ടിക്കിൾ എഴുതാം, ഒരു പിക്ചർ വരയ്ക്കണോ പിക്ചർ വരയ്ക്കാം, നല്ലൊരു ഹെൽത്തി റെസിപ്പി, ഫുഡ് റെസിപ്പി വെക്കണോ അത് ചെയ്യാം, ബ്യൂട്ടി ടിപ്സ്, ഹെൽത്തി ആയിട്ടുള്ള ബ്യൂട്ടി ടിപ്സ് വേണോ എന്ന് കരുതിയിട്ട് എല്ലാം അതാകരുത്. ബ്യൂട്ടി എന്നുള്ള കോളത്തിൽ കുറച്ച് ബ്യൂട്ടി ടിപ്സ്, റെസിപ്പിയുടെ കോളത്തിൽ 1-2 റെസിപ്പീസ്, റൈം എഴുതുന്നവർക്ക് റൈം എഴുതാം, സ്റ്റോറി എഴുതുന്നവർക്ക് സ്റ്റോറി എഴുതാം. ഇംഗ്ലീഷിലായിരിക്കണം കേട്ടോ. ഇനി മലയാളം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കോർണർ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മുടെ മാഗസിൻ മെയിൻ ഇംഗ്ലീഷ് ആയിരിക്കും, പക്ഷെ നമുക്കൊരു ചെറിയ മലയാളം കോർണർ കൊടുക്കാം. മലയാളത്തിന്റെ 1-2 കാര്യങ്ങൾ. ഹിന്ദി വേണോ, ഹിന്ദി കോർണർ കൊടുക്കാം. എല്ലാവർക്കും പറ്റുന്ന ലാംഗ്വേജ് ആണെങ്കിൽ അത്രയും എളുപ്പം. തമിഴ് ചെയ്യട്ടെ എന്നൊക്കെ ഒരു ബാച്ചിൽ ചോദിച്ചു. കാരണം തമിഴ് ഉള്ള ആൾക്കാരുണ്ടായിരുന്നു ആ ക്ലാസ്സിൽ, ബോർഡർ ഒക്കെ ആയിട്ട് വരുന്നവരെ, പിന്നെ മാരേജ് ചെയ്ത് കേരളത്തിലേക്ക് വന്ന തമിഴ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ തമിഴ് ഹിന്ദിയൊക്കെ ചെയ്യാം. പിന്നെ തമിഴായപ്പോ ഞാൻ പറഞ്ഞു ഒന്ന് ട്രാൻസ്ലേഷനും കൂടെ ചെയ്യുവാണെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. തമിഴൊന്നും എനിക്കൊന്നും വായിക്കാൻ അറിയില്ല. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, ഫ്രഞ്ച് ഓക്കെ, തമിഴൊന്നും നമുക്ക് പറ്റില്ല. ഫ്രഞ്ച് അറിയോ ടീച്ചർക്ക്? ഞാൻ പ്രീ ഡിഗ്രിക്ക് എന്റെ സെക്കൻഡ് ലാംഗ്വേജ് ഫ്രഞ്ച് ആയിരുന്നു. അത്യാവശ്യം അറിയാം, ഭയങ്കരമായിട്ടൊന്നും അറിയില്ല. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. മിസ് പറഞ്ഞില്ലേ കുറച്ച് പിക്ചേഴ്സ് ഒട്ടിച്ച് അതിന്റെ പേരൊക്കെ താഴെ എഴുതാന്, അതിന് ഇങ്ങനത്തത് പറ്റുമെന്ന് നോക്കുവോ? വേർഡ് റീഡിംഗ് കാർഡ്സോ പിക്ചർ റീഡിംഗ് കാർഡ്സോ അങ്ങനെ എന്തെങ്കിലും ആണോ? പിക്ചർ റീഡിംഗ് കാർഡ്സ്. ഇതിന്റെ ബാക്കിൽ പിക്ചറും ഉണ്ട്. പിന്നെന്താ, തീർച്ചയായിട്ടും. ഇതെന്റെ നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണല്ലോ. ഇതെന്റെ മോന്റേതാണ്, പക്ഷെ അവൻ യൂസ് ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇത് കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറാണ്. നല്ല കൊള്ളാം. ഒട്ടിക്കണോ? ഇത് കുറച്ച് കട്ടിയുണ്ട്. അപ്പൊ കുട്ടികൾക്ക് പൊട്ടിച്ചാ പറ്റില്ല. ഇല്ല, ഇത് അവർക്ക് കയ്യിൽ കൊടുത്താൽ അവർക്ക് കാണാനും അങ്ങനെ പറ്റുമല്ലോ. അപ്പൊ ഇത് പറ്റുമോ അല്ലെ ഞാൻ വേറെ ഉണ്ടാക്കണോന്ന് അറിയാന്. ഇതിന്റെ എനിമൽസും ഉണ്ട്, പിന്നെ ഇതുപോലെ ഫ്രൂട്ടും വെജിറ്റബിളും ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇനി അത് ഉണ്ടാക്കണ്ടല്ലോ അല്ലെ? വേണ്ട വേണ്ട. ഓക്കെ മിസ്സേ. ഇത് വാങ്ങാൻ കിട്ടുമല്ലോ ടീച്ചർ, അങ്ങനെ വാങ്ങാൻ പറ്റുമോ? അതെ, നമ്മള് കളക്ഷൻ ബുക്കിലൊക്കെ കുറെ ഒട്ടിച്ചില്ലേ? ഒട്ടിച്ച് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനെ കട്ടിയുള്ള ഇതിൽ വാങ്ങാൻ കിട്ടും. പിന്നെ അങ്ങനെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാണ് വാങ്ങുന്ന കാര്യത്തെ അത്രയും പ്രൊമോട്ട് ചെയ്യാത്ത കേട്ടോ. ഇത് ഞാൻ ഇപ്പോഴൊന്നും വാങ്ങിയതല്ല, എന്റെ മോൻ ചെറുതാണ്, 2 വയസ്സുള്ള മോനക്ക് വേണ്ടി വാങ്ങിയതാ. പക്ഷെ അത് അവൻ കളിച്ചു പഠിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ അവൻ നശിപ്പിച്ചില്ല. അപ്പൊ അത് നല്ല രീതിക്ക് തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ ഇനി പെട്ടെന്ന് ഇതിന്റെ ഓർമ്മ വന്നത്, അപ്പൊ ഞാൻ ഇന്ന് എടുത്ത് കയ്യിൽ വെച്ചതാ മിസ്സിന് കാണിച്ചു തരാൻ. നമ്മൾ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ഭയങ്കര ഫൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അത്രയും നോക്കിയാൽ മതി. പിന്നെ മാഗസിൻ റൈറ്ററിൽ എത്ര പേജ് വേണം? പേജ് എത്രയായാലും കുഴപ്പമില്ല. നമ്മളിത് ഞാൻ ഒരു ബാച്ചിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പൊ പല സ്ഥലങ്ങളിലായതുകൊണ്ട് സോഫ്റ്റ് കോപ്പി ആക്കാലോ. ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് ഒറ്റ ഫയലാക്കിയിട്ട് എല്ലാം ചെയ്യാം. പിന്നെ അതുപോലെ റൈംസ് ഒക്കെ വളരെ ചെറുതായിരിക്കില്ലേ, അപ്പൊ ഒരു പേജിൽ തന്നെ 2 പേരുടെ 3 പേരുടെ ഒക്കെ നമുക്ക് വെക്കാൻ പറ്റും. നിങ്ങളുടെയൊക്കെ ഫോട്ടോ പൊട്ടിക്കുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും. നമ്മുടെ ക്ലാസ്സിലുള്ള ഒരുപാട് പേരിനെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതിൽ ഉൾപ്പെടുപ്പിക്കാം അല്ലെ? അതെ. അപ്പൊ അങ്ങനെ പേജ് ബൈ പേജ് ആയിട്ട് സെറ്റ് ചെയ്യുക. അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ടീമായിട്ട് വർക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഒരു ടീം വർക്കിന്റെയും കൂടെ ഒരു ഇതായിരിക്കും ഈ മാഗസിൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മാഗസിൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാഗസിൻ ഒക്കെ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഒരു ഡേ നമുക്ക് ഇതിന്റെ റിലീസ് ഫംഗ്ഷൻ ആയിട്ട് വെക്കാം. സാറിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. ഇതിൽ എനിക്ക് റോളൊന്നുമില്ല, നിങ്ങളാണ് ഇത് മുഴുവൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു ബാച്ചുകാർ പറഞ്ഞു അവരിതെല്ലാം കൂടെ ഒറ്റ ഇതാക്കി ഒരു ബുക്കാക്കിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അയച്ചു തരാം. അപ്പൊ ഞങ്ങളുടെ ബാച്ചിന്റെ പേരിൽ ഒരു മാഗസിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ഒരു സജഷൻ ഒരു ബാച്ചിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് അപ് ടു യു. ഞാൻ അങ്ങനെ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പറയുന്നില്ല. ഹാൻഡ് റിട്ടൺ ആയിരിക്കണം കേട്ടോ, നമ്മൾ പ്രിന്റോ അങ്ങനെയൊന്നും വേണ്ട, ഹാൻഡ് റിട്ടൺ.
ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അത് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റില്ലേ? എഴുതി കഴിഞ്ഞതിന് ശേഷം പ്രിന്റ് ഔട്ട് ഫോട്ടോ കോപ്പി ആണോ? കോപ്പി അത് മതി. അത് അല്ലാതെ ഞാൻ ടൈപ്പ് ചെയ്ത് അങ്ങനെ വേണ്ട, നമ്മൾ തന്നെ എഴുതി അങ്ങനെ. ഓരോരുത്തർ എഴുതിയത് ഹാൻഡ് റൈറ്റിംഗ് അല്ലേ ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അതെ. ചോദിക്കൂ. ഞാൻ 2 വർഷമായിട്ട് ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുവാണേ, UKG പഠിപ്പിക്കണേ. അപ്പൊ ഇനി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ടോ? വേണ്ട വേണ്ട, ടീച്ചിങ് പ്രാക്ടീസിന്റെ കാര്യമല്ലേ ചെയ്യുന്നേ? അതെ അതെ. അവിടെ വേണ്ട, കുഴപ്പമില്ല, അവിടെ തന്നെ വർക്ക് ചെയ്യല്ലേ? അതെ അതെ. അപ്പൊ ഒരു കാര്യം ചെയ്യാമോ? ടീച്ചിങ് മാനുവൽ പ്രിപ്പയർ ചെയ്യാമോ? ഒരു 10 ദിവസത്തെ, ഒരു 10 ഡേയ്സിന്റെ ചെയ്യാം. അത് ചെയ്തു വെക്കുമോ? നമുക്ക് നല്ലൊരു റെഫറൻസ് ആയിരിക്കും. വേറൊന്നിനുമല്ല, അഞ്ജുന് തന്നെ അത് ഞാൻ ഇത്രയും ആക്ടിവിറ്റിക്ക് 5 ദിവസം ചെയ്യുന്ന ക്ലാസ്സിന്റെ കാര്യങ്ങള് വല്ല ഡയറിയിൽ നോട്ട് ചെയ്യോ, അങ്ങനെ എല്ലാം ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. ഇത് നിങ്ങൾ ടീച്ചിങ് മാനുവല് കുട്ടികളെ ഒബ്സർവ് ചെയ്ത കാര്യം, എനിക്ക് അതേ ഉള്ളൂ ഇമ്പോർട്ടന്റ് കേട്ടോ. എന്ത് ആക്ടിവിറ്റി കൊടുത്തു എന്നുള്ളത് എനിക്ക് സെക്കൻഡറി ആണ്. കൊടുത്ത ആക്ടിവിറ്റിക്ക് കുട്ടിയുടെ റെസ്പോൺസ്, കുട്ടികളുടെ റെസ്പോൺസ്, അത് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് നല്ലൊരു റെഫറൻസ്. നമുക്ക് പിന്നെ നോക്കുമ്പോ ആ കുട്ടിയുടെ പ്രോഗ്രസ് മനസ്സിലാക്കാനും അത് നല്ലതാണ്. ഓക്കെ, സോ നമുക്ക് അതിന്റെ ചെയ്യാം. നമുക്കൊന്ന് അത് സൈൻ ഔട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇന്നത്തെ ദിവസത്തെ ക്ലാരിഫിക്കേഷൻ പ്ലീസ് പറയട്ടെ? പറയൂ. Good afternoon, everyone. Today class was taken by Jisha Miss based on record activity survey. It was wonderful class. Did everyone understood what Miss taught today? Did everyone understood? So I think our Miss was taking this great effort to teach us, and I think everyone to join today class. Thank you, everyone. Thank you. Okay, thank you so much. Have a nice day. Bye. Thank you. Bye. ഇതിന് എത്ര ദിവസം ടൈം വരുന്നുണ്ട് മാഗസിൻ റൈറ്റർ എന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞില്ലേ, ഇവിടെ എന്റെ റൂൾ ഇല്ല സത്യത്തില്. ഒക്കെ നിങ്ങളുടെയാണ്. പിന്നെ പ്രിഫൈസ് ഒക്കെ എഴുതിക്കാൻ സാറിനെ ഒക്കെ വിളിക്കാട്ടോ, ജയദേവ് സാറിനെയൊക്കെ നന്നായി എഴുതും. മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ? മിസ് ഇതുവരെ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരുമോ? അതായത് നമ്പർ കളക്ഷൻ അങ്ങനെ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞുതരാം. ക്ലാസ് റൂമിൽ ഇടുന്നത് എനിക്ക് എപ്പോഴും ടൈം അങ്ങ് തെറ്റിപ്പോകുന്നു. അതാണ് എന്റെ ഒരു പ്രശ്നം. അവർക്ക് കൊടുക്കുമ്പോ എപ്പോഴും ബിഫോർ മോർണിംഗ് തന്നെ കൊടുക്കുവാണെങ്കിലാണ് അവർക്ക് അത് ചെയ്യുന്നവർക്ക് എളുപ്പമായി. ഞാൻ എപ്പോഴും വൈകുന്നേരം ആകുമ്പോ അവർക്ക് പാടല്ലേന്ന് വെച്ചാൽ അടുത്ത ദിവസത്തേക്ക് വിചാരിക്കും, അതങ്ങ് വിട്ടു. സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. ഇതുപോലുള്ള സാൻഡ് പേപ്പർ, പിന്നെ വേർഡ് റീഡിംഗ് കാർഡ്സ് ലൈക്ക് ദിസ്, പിന്നെ പിക്ചർ റീഡിംഗ് കാർഡ്സ്. ഇപ്പം കാണിച്ചിട്ട് വലിപ്പം കൂട്ടാത്തോ കുഴപ്പമില്ല. അപ്പൊ അത് കട്ടിയുള്ളതിൽ ഒട്ടിക്കുവാണെങ്കിൽ കുട്ടികളുടെ കയ്യിൽ കൊടുത്താലും കയറി പോകില്ല. പേപ്പറൊക്കെ ആകുമ്പോൾ കയറി പോകില്ല. ചാർട്ട് പേപ്പർ ആണ്. ഞാനിപ്പോ ചാർട്ട് പേപ്പർ ശരിക്കൊരു ഈ എന്തോ സാധനം വാങ്ങിച്ചതിന്റെ കാർഡ്ബോർഡ് വന്നതിന് വെച്ചിട്ടുമായിരുന്നു. അപ്പൊ കുറച്ചുകൂടെ അത് സെക്യൂർ ആയിട്ട് കുഞ്ഞുങ്ങളല്ലേ, അവരിങ്ങനെ പഠനമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കുട്ടികളിൽ ഓൾസോ ഫീൽ ബാഡ്. അതും ഒഴിവാക്കാതെ കാർഡ്ബോർഡ് കട്ടിങ്സ് കുഴപ്പമില്ലല്ലോ, കട്ടിയുള്ള കാർഡ്ബോർഡ് അതിലൊട്ടിച്ചാൽ മതി. പിന്നെ ഫേസ് മാസ്ക്, ഇത്രയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ മാഗസിൻ ആണ് പിന്നെ പറഞ്ഞത്. ബാക്കി ഞാൻ പറയാം, ഇനിയുണ്ട് കേട്ടോ. ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കുക, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, പെയിന്റിങ്, ഗ്ലാസ് പെയിന്റിങ്, ഫാബ്രിക് പെയിന്റിങ്, അതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. കാരണം ആ ക്ലാസ്സസ് നമ്മുടെ കൂടെ അത് അറിയാവുന്ന കുറെ പേരുണ്ടാവും, അവർ ലീഡ് ചെയ്യണം. ആരെങ്കിലും ഒക്കെ ആയിട്ട് നമുക്കത് എന്തോ ഫേസ് മാസ്ക് ഉദ്ദേശിച്ചത് നമ്മളുടെ ഫേസിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ഫേസിൽ ഫിറ്റ് ആവുന്ന രീതിയിലുള്ള മാസ്ക് നമുക്ക് ഉണ്ടാക്കണം. നമ്മളിപ്പോ ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യാണ്. സ്റ്റോറിയിൽ നമുക്ക് അനിമൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ മാസ്ക്, ആ ക്യാരക്ടേഴ്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ആ മാസ്ക് ഉണ്ടെങ്കിൽ വെരി നൈസ് അല്ലേ?
നറേറ്റ് ചെയ്യുന്ന സ്റ്റോറി കുറച്ച് ലൈവ്ലി ആവും. അത് കുട്ടികളെ കൊണ്ട് അത് ചെയ്യിക്കുവാണെങ്കിലും അവർക്ക് ഈസി ആയിരിക്കും. മാസ്ക് ഇങ്ങനെ ബാക്ക് വെച്ച് ഇങ്ങനെ ഇടുന്ന അത് ചിലപ്പോൾ അൺഈസിനെസ് ആയിരിക്കാം. അപ്പൊ നമ്മുടെ തന്നെ ഒരു ട്രെയിനേജിന്റെ സെക്ഷൻ സ്റ്റിക്കിൽ വെച്ചിട്ട് ഇങ്ങനെ കൈ പിടിപ്പിച്ചാൽ മതി. അപ്പൊ മുഖത്തിരിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് അവർക്ക് തോന്നിട്ടല്ലോ. കൈ ഒന്നും ബുദ്ധിമുട്ട് തോന്നുന്നു മറ്റേ കയ്യിലേക്ക് മാറ്റി അവർ തന്നെ പിടിച്ചു. സോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ രീതിയിലൊക്കെ മാറ്റി. Okay then. So please do all activities in between. കാരണം എന്താണെന്ന് വെച്ചാലേ നമുക്ക് ഈ ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ ഒത്തിരി ഹറിബറിയാവും, നിങ്ങൾ ആകെ വിഷമിക്കും. അത് കാണുമ്പോൾ എനിക്കും ബുദ്ധിമുട്ട് തോന്നും. കാരണം ഞാൻ ഈ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് അനുഭവിച്ച ഒരാളാണ്. ഞങ്ങൾക്ക് എല്ലാ വർക്കും ലാസ്റ്റ് മൊമെന്റിൽ വന്നു. നമുക്ക് ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്, പല പല പ്രശ്നങ്ങൾ. കുട്ടികളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഒന്നും നമുക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന പോലെ ആവണം എന്നൊന്നും നല്ല നിർബന്ധമില്ല. അവർക്ക് ഒരു ചെറിയൊരു പനി വന്നാൽ തന്നെ നമ്മുടെ എല്ലാം തെറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കിട്ടുന്ന സമയത്തൊക്കെ മാക്സിമം ട്രൈ ചെയ്യും. ആൻഡ് ഓൾവേസ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് നോക്കുക. എന്റെ മാരേജ് ആണ്, സോ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. താങ്ക് യു. അതിന് മുമ്പ് ചെയ്യുക. കാരണം അതിന് ശേഷം ഒറ്റയ്ക്ക് ചില ഡിസിഷൻസ് എടുക്കാൻ പറ്റാത്തവരും അതൊരു ടെൻഷൻ ആവണ്ടല്ലോ. അതുകൊണ്ട് ഷെഡ്യൂൾ ചെയ്തൊക്കെ ചെയ്യും. Okay then, bye. Okay, thank you teacher. ഫുഡ് കഴിച്ചോ? ഇല്ല. ഇനി വേണം കഴിക്കാൻ. പണിയായി തൊണ്ടയ്ക്കൊരു മുന്തിരിക്ക് അങ്ങനെ പ്രശ്നം. ഫിക്സ് ആക്ഷൻ കഴിച്ചാ മതി. ഹസ്ബൻഡ് പോയിരിക്കായിരുന്നു. അപ്പൊ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവന്നു. അപ്പൊ കുറെ കഴുകി, ഉപ്പൊക്കെ ഇട്ട് കഴുകി, ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി. കാരണം മുന്തിരിത്തോട്ടത്തിൽ നിന്നൊക്കെ ഇങ്ങനെ മരുന്ന് ഇങ്ങനെ മുക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അത് ശരിയാണ്. പക്ഷെ കുഴപ്പമില്ല, ഇന്നലെയും കഴിച്ചു, ഇന്നും കഴിച്ചു, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ കഴിച്ച് ഓടി വന്നപ്പോ ഈ തൊണ്ടയിൽ അതിനൊരു ചെറിയൊരു ഇതുണ്ടല്ലോ. അത് നല്ല ചുടുവെള്ളമൊക്കെ എടുത്ത് കുടിച്ചാൽ മതി, ശരിയാവും. അപ്പൊ ഇനി ക്ലാസ് ഉണ്ടോ അത് കഴിഞ്ഞിട്ട്? ഇനി എനിക്ക് രാത്രി 8 മണിക്ക്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അല്ല PGക്ക് ഉണ്ടായിരുന്നില്ലല്ലോ, അശ്വതി ടീച്ചർ ഉണ്ടായിരുന്നില്ലല്ലോ. വരാൻ പറ്റണ്ട പ്രശ്നത്തിന്റെ അല്ലായിരുന്നു. അശ്വതി മാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നല്ലേ ക്ലാസ് എടുക്കുന്നത്. അതെ, നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ട് അവര് ലീവായിരുന്നു. അതായിരുന്നു പറ്റിയത്. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ല. ഞങ്ങൾ വീട്ടിലിരുന്നാണല്ലോ, അവരൊന്ന് ഓൺ ചെയ്ത് തന്നാൽ മതി. അവർക്ക് വീട്ടിലിരുന്ന് ഓണേ ഉള്ളൂ. പോസ്റ്റായിട്ടൊന്ന് കയറി ജസ്റ്റ് ഓൺ ചെയ്ത് ലീവ് ചെയ്യാൻ. പക്ഷെ എനിക്ക് മോന്റെ ആനുവൽ ഡേ ആയിരുന്നു. ഞാൻ രാത്രി 12 മണിക്ക് വന്നത്. കോട്ടയത്ത് ഞാൻ പോയിട്ട് 6 മണിക്ക് വന്നു. സ്കൂളിലേക്ക് നേരെ പോയി. അവിടെ നിന്ന് പിന്നെ 12 മണിയായി വീട്ടിലെത്തിയപ്പോ. ഓക്കെ, നമുക്ക് ഒരു ദിവസം ലീവ് കിട്ടിയോണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ഫസ്റ്റ് ബാച്ചിന്റെ മോഡൽ എക്സാം വരുവാണ്. അപ്പൊ മോഡൽ എക്സാം ഈ PGയുടെ ക്ലാസ്സിന്റെ ഡെയിലി വരുമ്പോ അത് രാത്രിയാണ് മോഡൽ എക്സാം. 7 to 8 2 സെഷനായിട്ട് 8:30 to 9:30. അപ്പൊ ആ ദിവസങ്ങളിലെ PG ക്ലാസ് ക്യാൻസൽ ചെയ്യും. കാരണം അവർക്ക് എക്സാം ഉണ്ടല്ലോ, അവരും ഉണ്ടല്ലോ ബാച്ചില്. അപ്പൊ ആ സമയത്ത് നമ്മുടെ വർക്കൊക്കെ എല്ലാം ഒന്ന് ഷെഡ്യൂൾ ചെയ്യാം. മെസ്സേജ് വരും. ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ടീച്ചർ ഉണ്ടല്ലോ, പിന്നെന്താ അല്ലേ. ശരി, അപ്പൊ ഓക്കെ, താങ്ക് യു ടീച്ചർ. പോയി ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങില്ലേ? പകല ഉറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണല്ലേ. പകല ഉറങ്ങാറില്ല, പക്ഷെ എന്നാലും ക്ലാസ് കഴിഞ്ഞൊരു ക്ഷീണം വരുമ്പോ ഒന്നൊരു നാപ്പ്, ഒരു ചെറിയ മയക്കം എന്ന് വിചാരിച്ച് കിടക്കുന്നത് ഉറക്കായി പോവാറുണ്ട് ഇടയ്ക്കൊക്കെ. മോൻ വന്നിട്ട് വിളിക്കും, വന്നിട്ട് മതി ഉറങ്ങി. ശരി.